ഹോപ്സ് ഓഫ് ടോക്സിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വെള്ളിയാഴ്ചയും സൗജന്യമായി നടന്നു വരാറുള്ള ഒരു ഫ്രീ ഓൺലൈൻ സെഷനാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ 12ാമത്തെ എപ്പിസോഡാണ്. തികച്ചും സൗജന്യമായി പല വിഷയങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 3 ആഴ്ചയായി പാരന്റിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. പാരന്റിങ്ങിന്റെ പല മേഖലകൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. സംശയങ്ങൾ തീർക്കാനും അതുപോലെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും പറയാനും ഒക്കെ നമ്മൾ ഇതിൽ അവസരം നൽകാറുണ്ട്. എന്തായാലും ഹോപ്സ് ഓഫ് കുടുംബത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാനേജിങ് ബിഹേവിയർ ഇൻ ദ ഡിജിറ്റൽ ഏജ് എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കുട്ടികളിലുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ, ദേഷ്യം, വാശി ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു ഫോർ യുവർ കിഡ്. ഇത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് പറയുന്നൊരു നന്ദിയാണെന്ന് വിചാരിക്കുക. കാരണം നിങ്ങളൊരു നല്ല മാറ്റത്തിന്റെ ഒരു ഓരം തേടിയിട്ടാണല്ലോ നിങ്ങൾ എത്തിയിട്ടുള്ളത്. എന്തെങ്കിലും ഒരു മാറ്റം എൻ്റെ കുട്ടിയുമായിട്ടുള്ള റിലേഷനിൽ എനിക്ക് മാറ്റം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കണം എന്നുള്ള നിലക്കാണല്ലോ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞാൻ അവരുടെ സ്ഥാനത്ത് നിങ്ങളോട് പറയാണ് താങ്ക് യു. കാരണം നിങ്ങളൊരു നല്ല പാരന്റ് ആവാൻ ഓരോ ദിവസവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ശ്രമങ്ങളൊന്നും വെറുതെ ആവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യാണ് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രൂപത്തിൽ അവർ നന്നായി തീരുക, അവർക്ക് ഏറ്റവും നല്ലൊരു പാരന്റ് ആയി തീരുക എന്നുള്ളതാണ്. എന്തുകൊണ്ടോ പലപ്പോഴും ആ ഒരു വിഷയത്തിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. അല്ലെങ്കിൽ അതൊരു പരാജയം എന്ന് മനസ്സിലാക്കേണ്ട, അതൊരു പുതിയ പാഠം പഠിക്കലാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊന്നും ഒരു മോശം പാരന്റ് അല്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് പാരന്റ്. കാരണം ഓരോരുത്തർക്കും ഡീൽ ചെയ്യാൻ പറ്റുന്നതേ പഠിച്ചവൻ കൊടുക്കുള്ളൂ എന്നല്ലേ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അടക്കം. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ പെർഫെക്റ്റ് ആണ് എന്നുള്ളതല്ല. ആസ് എ പാരന്റ് മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട് ഞാനും. നിങ്ങൾക്ക് സംഭവിക്കാറുള്ള പല മിസ്റ്റേക്കുകളും എനിക്കും പറ്റാറുണ്ട്. ബട്ട് ഐ എം ട്രൈങ് ടു ബി എ ബെറ്റർ പാരന്റ്. അത് പെർഫെക്റ്റ് പാരന്റ് ആവാൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയൂല. ബട്ട് ബി എ ബെറ്റർ പാരന്റ്, അത് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ശ്രമിച്ച് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇൻഷാ അള്ളാ. അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ പാരന്റ് ആവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള പാരന്റ്സിനോട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ചില വിഷയങ്ങൾ, പ്രധാനമായിട്ടും കുട്ടികളിലുള്ള പല കാര്യങ്ങളുണ്ട് കേട്ടോ. കുട്ടികളിലുള്ള സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെട്ടതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണക്കാരാരാണ് എന്ന് ചോദിച്ചാൽ അത് അവരുടെ കൂട്ടുകാരാണ് എന്ന് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് നമ്മൾ തന്നെയാണ്. നമ്മളെ മക്കൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാരണമായിട്ടാണ് എന്ന് നമ്മൾ പറയും. എന്റെ കുട്ടിയല്ലേ, ഞാൻ അങ്ങനെയാണ് നോക്കിയത്. മക്കളൊന്ന് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് കേട് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം പറയും കൂട്ടുകെട്ട്, ഞാൻ +2 വരെ ഓക്കെ ആയിരുന്നു, പിന്നെ അത് കൂട്ടുകെട്ടിലാണ് മോശമായി പോയി. അങ്ങനെയില്ല. മക്കൾ നന്നാവുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് കാരണക്കാർ, മക്കൾ മോശമാവുന്നുണ്ടെങ്കിലും നമ്മൾ തന്നെയാണ് കാരണക്കാർ. ഇതാദ്യം മനസ്സിൽ സൂക്ഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചിലപ്പോ ഇനി ഒരു സെഷനും കൂടി ആയിരിക്കും, പാരന്റിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനും കൂടി ആയിരിക്കും ഉണ്ടാവും. അതോടുകൂടി പാരന്റിങ് സെഷൻ നമ്മൾ അവസാനിപ്പിക്കും. പിന്നീട് പാരന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനുതകുന്ന രൂപത്തിലുള്ള മറ്റു ക്ലാസ്സുകൾ ഇൻഷാ അള്ളാ നമ്മൾ സംഘടിപ്പിക്കും. അപ്പോ താല്പര്യമുള്ളവർക്ക് അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യാം. എന്തായാലും കുട്ടികളുടെ സ്വഭാവത്തിൽ ഏറ്റവും പ്രധാനമായി പല ആളുകളും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് കുട്ടികളുടെ വാശിയാണ്. ഓക്കെ, വാശി പിടിക്കുന്ന സമയത്ത് കുട്ടികൾ ചെയ്യാറുള്ള കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ചിലപ്പോ ഭയങ്കരമായിട്ട് നിലത്ത് കടന്ന് ഉരുളും. അല്ലെ? നമ്മുടെ മക്കളൊക്കെ നമുക്ക് വാശി പിടിക്കുന്ന നേരത്ത് നമുക്കറിയാം, ചില നേരത്ത് ഇവര് വാശി ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല. പിന്നെ നിലത്ത് ഇങ്ങോട്ട് കടന്ന് ഉരുളുന്നു. പിന്നെ വേറെന്താ ചെയ്യാ? വാശി പിടിക്കുന്ന നേരത്ത് കുട്ടികൾ സാധാരണ ചെയ്യാറുള്ള കാര്യം എന്താ? പിന്നെ ഒന്ന് അലറും. അല്ലെ? ഭയങ്കരമായിട്ടുള്ള അലർച്ചി ആയിരിക്കും. ആൻഡ് ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? പിന്നെന്താ ഉണ്ടോ? വാശി പിടിക്കുന്ന നേരത്ത് കുട്ടികൾ ചെയ്യാറുള്ള കാര്യം, നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നേരത്ത് വാശി പിടിച്ച് ചെയ്യുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. യെസ്, സാധനങ്ങൾ എടുത്തെറിയും. അല്ലെ? വലിച്ചെറിയും. ആൻഡ് അടിക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടിക്കും. അല്ലെ? നന്നായിട്ട് അടിക്കും ചില കുട്ടികൾ. ശരിക്ക്
എന്തുകൊണ്ടാണ് ഈ ചെറിയ മക്കൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നറിയോ? ഒരു 2 to 5 വയസ്സ് വരെ കുട്ടികളുടെ ഇമോഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. എന്ത് ഇമോഷൻ ഉണ്ടാവണമെങ്കിൽ, സങ്കടമാണെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും, സന്തോഷമാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു 2 to 5, ഒരു 5 വയസ്സ് വരെ കുട്ടിയുടെ ഇമോഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് തലച്ചോറ്റില്. അതിന് പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് എന്ന് പറയും. ഈ സംഗതി ഉണ്ടല്ലോ, ഇത് ഇമോഷൻസ് നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഇമോഷൻസിന്റെ അതിന്റെ എക്സ്ട്രീം ലെവലില് ഇത് നിയന്ത്രിക്കാനുള്ള ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകൂല ഈ കുട്ടികൾക്ക്. ഞാൻ ഇതിന്റെ ഒരു സയന്റിഫിക് വശം പറയുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, എന്റെ കുട്ടി വാശി കാണിക്കുന്നത് അത് അവന് ഇഷ്ടമുണ്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അത് അവന്റെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. ആ കുട്ടിയോടാണ് നമ്മൾ എന്തൊരു വാശിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ അടിക്കാൻ പോകുന്നത്. കുട്ടിയുടെ തലച്ചോറ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല. അവന്റെ തലച്ചോറ് ഓരോ ദിവസവും വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് അതുകൊണ്ട് തന്നെ ഇവന് ഇമോഷൻസ് എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് അറിയൂല. അപ്പൊ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിരാശ വരുമ്പോൾ ആൾ എന്ത് ചെയ്യും? ആള് പൊട്ടിത്തെറിക്കും, അവനെ ചിലപ്പോൾ എടുത്തെറിയും. കാരണം ഈ ഇമോഷനെ ഓവർവെൽമഡ് ആയിട്ട് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് പാവത്തിന് അറിയൂല. കുഞ്ഞു കുട്ടിയല്ലേ, ഓൻ ലോകത്തെ കണ്ടു തുടങ്ങിയിട്ട് എത്ര വർഷമേ ആയിട്ടുള്ളൂ? 2 മുതൽ 5 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 5 വർഷം അല്ലെങ്കിൽ 3 വർഷം 4 വർഷം ആയിട്ടുള്ളൂ. അയാള് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അയാൾ പഠിച്ചിട്ടില്ല. നമ്മളെയൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു, ഇരുത്തി ക്ലാസ് എടുത്ത് കൊടുത്തിട്ടില്ലല്ലോ. എന്റെ ഇമോഷൻസ് വരുമ്പോൾ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. നമ്മൾ പറയും, എന്തിനാ ഇങ്ങനെ വാശി കാണിക്കണം, ഇതിന്റെ ആവശ്യം എന്താ? നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വ്യൂ പോയിന്റിലൂടെയാണ്. എന്താ ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ കുട്ടിക്ക് എന്താ ചെയ്താല്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, ആ രൂപത്തിലായാൽ എന്താന്നുള്ളതാണ്. ആരോടാ നമ്മൾ ഈ പറയുന്നത്? ആകെ ലോകത്തെ കണ്ടു തുടങ്ങിയിട്ട് ആകെ 4 വർഷം മാത്രമായിട്ടുള്ളത്. 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? 4 വർഷം നിങ്ങൾക്ക് ഒരു സമയം കിട്ടിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് പഠിക്കാൻ ഡിഗ്രിക്കുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് 3 വർഷമാണുള്ളത്. 3 വർഷം കൊണ്ട് ഡിഗ്രിക്കുള്ള എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും? ആ കാര്യമാണ് വെറും 2 3 4 വർഷം കൊണ്ട് കുട്ടിയോട് നമ്മൾ പറയുന്നത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അവന്റെ വാശി നമ്മൾ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരികയാണ്. കുട്ടി വാശി കാണിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും അവിടെ ഏറ്റവും കുട്ടിയായിട്ട് മാറുന്നത് ആരാ? നമ്മൾ തന്നെയല്ലേ? കുട്ടിയേക്കാൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മളാണ്. ആ കുട്ടിയുടെ വാശി കാരണം നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ പറയണം അവന് ഭയങ്കര വാശിയാണ്, പറഞ്ഞാൽ കേൾക്കാൻ എന്തൊരു മടിയാണെന്ന് അറിയോ? ദേഷ്യം പിടിച്ചിട്ടാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, എന്തൊരു വൈരുദ്ധ്യാത്മകത ഉണ്ടെങ്കിൽ ഇത് ആലോചിച്ച് നോക്കിക്കാൻ. നമ്മുടെ ഈ കുഞ്ഞു കുട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാവട്ടെ, കുട്ടികളിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മളെക്കാൾ വലിയൊരു ഒരു സംഭവം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അയാൾ വാശി കാണിക്കുന്നത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് നമ്മൾ പറയാണ് അവൻ എന്താ വാശി, എന്താ ഇങ്ങനെ വാശി എന്താ കാണിക്കുന്നത്? ഇയാൾ വാശി കാണിക്കാവുന്ന കാരണങ്ങൾ പല കാരണങ്ങളാണ് കേട്ടോ. ഒന്ന്, ചെറിയ കുട്ടികളാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ചെറിയ കുട്ടികൾ വാശി കാണിക്കാനുള്ള പല കാരണങ്ങളിൽ ഒന്ന്, ചിലപ്പം വിശപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് വാശി കൂടും. അത് വലിയ മനുഷ്യന്മാരെ നമുക്ക് തന്നെ അറിയാം. ചില വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ദേഷ്യമായിരിക്കും. എന്ത് കാര്യം വന്നാലും ഭയങ്കര ദേഷ്യമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നത് കേട്ടാലോ ചെയ്യുന്നത് കണ്ടാലോ ഒക്കെ ദേഷ്യം വരും പെട്ടെന്ന്. ക്ലാസ് എടുക്കാൻ പോകുന്ന അധ്യാപകരാണെങ്കിൽ പ്രത്യേകിച്ച് വിശന്നിട്ടാണ് ക്ലാസ്സിൽ പോകുന്നത് എന്നുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ദേഷ്യക്കാരൻ. കുട്ടികൾ ഒച്ച ഉണ്ടാക്കിയാൽ ദേഷ്യമായിരിക്കും, അവരെന്ത് ചോദിച്ചാൽ ദേഷ്യമായിരിക്കും, അവരെന്ത് പറഞ്ഞാൽ ദേഷ്യമായിരിക്കും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. രണ്ടാമത്തെ ഒരു കാര്യം, ചിലപ്പോൾ ഉറക്കില്ലായ്മ, അതും ഒരു കാരണമാണ് ചെറിയ കുട്ടികളിൽ. മൂന്നാമത്തത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോട്ട് കുട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, യെസ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോട്ട് കുഞ്ഞിന്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് അറിയൂല. എന്നെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് ഒരു കാര്യം, എന്തോ ഒരു വിഷയത്തിൽ ചെറിയ തർക്കം ഉണ്ടായി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗം പറഞ്ഞിട്ട് ഹസ്ബൻഡ് അത് കൂട്ടാക്കുന്നില്ല, അയാൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. അയാളോട് നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ അവസ്ഥ എന്താണെന്ന് അയാൾ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ചിലപ്പം പൊട്ടിത്തെറിക്കും, ചില ആളുകൾ ദേഷ്യം വരും, ചില ആളുകളാണെങ്കിൽ പോയി. എന്താ എന്റെ കഥ? എന്താ പിന്നെ പരീക്ഷ എഴുതാതെ? കളിക്ക് മഴ പോയാണെങ്കിൽ കളി മ്യൂട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ.
ആരോ അതിന്റെ ഇടയിലൊന്നും മൈക്ക് ഓൺ ആയതാണ്. എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ കുട്ടികളിലേക്ക് ഒന്ന് ചേർത്ത് നോക്കിക്കേ. അവർക്ക് അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നൊരു തോട്ടിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. ഇപ്പൊ ഈ ക്ലാസിന്റെ ഇടയിൽ, ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിനിടയിൽ ഒരു രക്ഷിതാവിനോട് ഒരു കുട്ടി വന്ന് എന്തെങ്കിലും പറയുകയാണ്, അല്ലെങ്കിൽ ഫോൺ വിളിക്കുന്നതിനിടയിൽ നമ്മുടെ മക്കൾ വന്ന് എന്തെങ്കിലും പറയുകയാണ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോണ കാര്യം എന്താ? ഒറ്റയടിക്കാണ് ഷൗട്ട് ചെയ്യും. അത് അവിടെ ഉണ്ടാവും എനിക്കറിയില്ല, പിന്നെ എങ്ങനെ അടുത്ത് വന്നിട്ട് ചോദിക്കണം? കുട്ടി പിന്നെ നമ്മളോടൊന്നും പറയാൻ തയ്യാറാകൂല. കുട്ടി നിരന്തരമായി നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു കാര്യമില്ല. കുട്ടി അതിനേക്കാൾ മനസ്സിലാക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ എന്റെ ഒരു ആവശ്യവുമായി എന്റെ ഉമ്മയുടെ അടുക്കിലേക്ക് ചെന്നപ്പോ, അല്ലെങ്കിൽ എന്റെ ഉപ്പയുടെ അടുക്കിലേക്ക് ചെന്നപ്പോ എന്റെ ഉമ്മ എന്നോട് എങ്ങനെയാണോ പെരുമാറിയത്, അതേ രൂപത്തിലാണ് കുട്ടി പിന്നീട് പെരുമാറി തുടങ്ങുക. കുട്ടി ഓരോ സ്വഭാവങ്ങളും, നമ്മുടെ മൈന്യൂട്ടായ സ്വഭാവങ്ങൾ വരെ കുട്ടി നിരീക്ഷിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, കുട്ടി അത് പകർത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സോ കുട്ടിയിൽ ഒരു വാശി ഉണ്ടെങ്കിൽ ആ വാശി ഉണ്ടാവാനുള്ള കാരണക്കാര് നമ്മളാണ്, ഒന്നാമത്തെ കാര്യം. മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാല്, കുട്ടി വളരും തോറും ഞാൻ സ്വാതന്ത്ര്യം കാണിക്കാനുള്ള ഒരു ശ്രമം കുട്ടി നടത്തുകയാണ്. സ്വാതന്ത്ര്യം കാണിക്കുക പറഞ്ഞാല്, ഞാനിപ്പോ അത്യാവശ്യം വലുതായിട്ടുണ്ട്, എന്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് നടത്താൻ കഴിയും, പിന്നെ എന്തുകൊണ്ട് ഇന്നത് അനുവദിച്ചുകൂടാ എന്ന് നമ്മളോട് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് ഓരോ ഇമോഷനും കുട്ടി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് കുട്ടി എന്തോ ഒരു കാര്യം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നർത്ഥം. അത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് നേരമില്ല എന്നുള്ളതാണ്. നമ്മള് കുട്ടിയേക്കാൾ വലിയ തിരക്കിലാണ്. കുട്ടി എന്താണോ പറയാൻ പോണത്, അല്ലെങ്കിൽ കുട്ടി എന്താണോ ചെയ്യാൻ പോണത്, അതൊന്നും നോക്കാൻ നമുക്ക് നേരമില്ല. കാരണം നമുക്ക് ക്ലാസ് കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനുണ്ട്. കുട്ടി ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ കാര്യങ്ങള് എന്റെ ഉമ്മാക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങി. എന്നേക്കാൾ ഉമ്മാക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാനൊരു പ്രയാസം പറഞ്ഞു വരുമ്പോൾ പിന്നീട് നമ്മൾ കുട്ടിയോട് എന്ത് പറയുമ്പോഴും കുട്ടി അതേ ശൈലി നമ്മളോടും സ്വീകരിക്കും. എന്നെ കേൾക്കാൻ എന്റെ ഉമ്മ തയ്യാറായിട്ടില്ലല്ലോ, ഇതിനെന്തിനും ഉമ്മാനെ കേൾക്കാൻ ഞാൻ തയ്യാറാവണം. ഈ മെന്റാലിറ്റിയിലേക്ക് കുട്ടി എത്തും. വാശി കൂടാനുള്ള വേറെയും കുറെ മാർഗങ്ങളുണ്ട് കേട്ടോ, കുറെ കാര്യങ്ങളുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറയാം. എന്തായാലും മറ്റൊന്ന്, ഇതിലൊക്കെ മിക്കവാറും രക്ഷിതാക്കൾ ചെയ്യാറുള്ള ഒരു പ്രധാനപ്പെട്ട തെറ്റെന്താന്ന് വെച്ചാൽ, കുട്ടി വാശി കാണിക്കുന്നത് കണ്ടാല് നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയെ അടിക്കും. അല്ലെ? കുട്ടി വാശി കാണിക്കുന്ന സമയത്ത് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആ സമയത്ത് തോന്നും, എന്റെ ഇമോഷൻസിന് വാല്യൂ ഇല്ല, ഞാൻ എന്താണ് പറയാൻ പോണതിൽ, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് നമ്മൾ കുട്ടിയെ പരിഹസിക്കും. അത് ഇത്ര വലിപ്പുണ്ടല്ലേ ചെങ്ങായി, ഇത്ര വലിയ കുട്ടിയായിട്ട് ഇപ്പോഴും കരയെന്നെ കരയെന്നെ. കരച്ചിലൊരു മഹാ അപരാധമാണെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. കുഞ്ഞുങ്ങളോട് ഒരു കാരണവശാലും കരയുന്നത് മഹാമോശമാണെന്ന് ഒരിക്കലും ഒരാളോടും പറയരുത് കേട്ടോ. ആ കുഞ്ഞിന്റെ ഇമോഷൻസ് പിന്നെ ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് ആ കുഞ്ഞിന്റെ ഭാവി മാറിപ്പോകും. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണത്. കുട്ടിക്ക് പിന്നെ ആരോടും കരയാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യമാണെന്ന് കുട്ടിക്ക് തോന്നി തുടങ്ങി കഴിഞ്ഞാലേ ആ കുട്ടിയോട് നമ്മൾ ചെയ്യുന്ന, ആസ് എ പാരന്റ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. കുട്ടി കരയുന്ന കാണുമ്പോൾ കുട്ടിയെ കളിയാക്കുക. ഈ ഒന്ന് കരയാതിരുന്നു, എന്തിനാ അങ്ങനെ കരയുന്നത്, എന്തിന് കരയുന്നു എന്നുള്ളത് പരിഹസിച്ച് ചോദിക്കുകയും ചെയ്യാം, എന്തിനാണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയും ചെയ്യാം. കുട്ടി കരയുന്നുണ്ടെങ്കിൽ, വാശി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കുട്ടിയോട് പറയാം. സാവധാനം കുട്ടിയുടെ അടുത്തിരുന്നിട്ട് കുട്ടിയോട് സംസാരിക്കുക. കാരണം നമ്മൾ അടിക്കുകയോ തല്ലുകയോ അല്ലെങ്കിൽ കുട്ടിയെ ചീത്ത പറയുകയോ, കരയരുത്, എന്തിനങ്ങനെ കരയാൻ, മിണ്ടാതെന്ന് നിരന്തരം പറയും തോറും കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്നല്ല കേട്ടോ, കുട്ടി മനസ്സിലാക്കുന്നത് എന്റെ ഇമോഷൻസ് തെറ്റാണ്. എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷൻ ഉണ്ടായാല് അത് ഉണ്ടാവാൻ പാടില്ല. ഇമോഷൻസ് എന്തായാലും ഉണ്ടാവാൻ പാടില്ല. സങ്കടം വന്നാലും ഒക്കെ സഹിക്കണം, ദേഷ്യം വന്നാലും സഹിക്കണം, എന്ത് വന്നാലും അത് സഹിക്കണം. കുട്ടി ഇതിങ്ങനെ ബോട്ടിൽ ചെയ്ത് വെക്കും, ഒക്കെ അങ്ങനെ അടിച്ചമർത്തി അടിച്ചമർത്തി അടിച്ചമർത്തി. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? കരയുന്ന സമയത്ത് കരയരുത് എന്ന് പറഞ്ഞ ആ കുട്ടി അത് അടക്കി നിർത്തുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാല്, കുട്ടിന്റെ ആ ഒരു ഇമോഷൻ നമ്മൾ അതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇതൊന്നായിട്ട് പോയി പ്രകടിപ്പിക്കുന്നത് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളോടായിരിക്കും. അവന്റെ ദേഷ്യമായിരിക്കും. അപ്പൊ പരാതി വരും, നിങ്ങളെ കുട്ടി എല്ലാ കുട്ടികളെയും കാട്ടുന്നുണ്ട്. കാട്ടാനുള്ള ഒരു റീസൺ എന്താണെന്നറിയോ? നമ്മൾ അവന്റെ ഇമോഷൻസിനെ വാല്യൂ ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. നമ്മളത് അടുത്തതായിട്ട് പറയൂ കേട്ടോ.
അതായത് കുട്ടി വാശി കാണിക്കുന്ന സമയത്ത് കുട്ടിയുടെ ആവശ്യം എന്താണോ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാം. അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കടയിൽ പോയി സാധനത്തിന് വേണ്ടിയിട്ട് കുട്ടി കരയാണ്, ആർത്ത് കരയാണ്, നിലത്ത് കടന്നിങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യാണ്, കരയുമ്പോ ആസ് എ പാരന്റ് നമ്മൾ എന്താ ചെയ്യുക? ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, അപ്പൊ ഞാൻ ഇനിയിപ്പം കൊടുക്കാതെ തന്നാലും ഇപ്പൊ ഇത് അത് മതിയാകും, ആൾക്കാരെല്ലാരും ഇന്നെ നോക്കുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുക്കുമ്പോൾ കുട്ടി മനസ്സിലാക്കി എന്ത്, എവിടെയാണെങ്കിലും ഒരു പരിധിക്കപ്പുറം ഞാൻ ഒച്ചയിട്ട് കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്റെ ഉമ്മ വഴങ്ങും, എന്റെ ഉമ്മ എന്ത് ചെയ്യും, അതിക്ക് വാങ്ങിത്തരും എന്നുള്ള ചിന്തയിലേക്ക് കുട്ടി എത്തും. പിന്നെ അതേപോലെ സെയിം സിറ്റുവേഷൻ വരുന്ന സമയത്ത് അയാൾ വീണ്ടും അതന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഞാൻ കുറച്ച് കാലം കഴിയുമ്പോൾ, അയാൾ കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ അയാളുടെ ഭാര്യയുമായി ഒരു പ്രശ്നം വരുമ്പോൾ അയാൾ ആദ്യം ചെയ്യുന്ന പണി ഭാര്യയോട് ഷൗട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. കാരണം ചെറുപ്പത്തിൽ അയാൾ പഠിച്ചത് അങ്ങനെയാണ്. ഞാൻ ആർത്ത് കരഞ്ഞു കഴിഞ്ഞാൽ എന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും, എന്റെ ഭാഗം ശരിയാണ് എന്ന് വരും എന്നുള്ളത് ആ കുട്ടിക്ക് ഒരു മെസ്സേജ് കിട്ടി. അയാൾ വലുതാകുമ്പോൾ നിങ്ങളുടെ പുയ്യാപ്പിളാരൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്ന് ഷൗട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, അയാൾ അമ്മയും ബാപ്പയും അയാൾക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ആ പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അയാളോട് ഒരു സഹതാപം തോന്നും, ഒരു കുഞ്ഞിനോടെന്ന പോലെ പെരുമാറാൻ തോന്നും. അങ്ങനെ കുറെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ കുറെ സുഖമാക്കപ്പെടും. ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അയാൾക്ക് ചെറുപ്പത്തില് അയാളുടെ പാരന്റിൽ നിന്നും കിട്ടേണ്ട എന്തോ ഒരു സംഗതി പൂർണ്ണമായും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ആയി തീർന്നത്. അയാൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല അയാൾ അങ്ങനെ ആകുന്നത്. ഇനി പരിഹാരമില്ലേ എന്ന് ചോദിച്ചാൽ പരിഹാരമുണ്ട്, പക്ഷെ അതിന് അയാളും കൂടി മനസ്സ് വെക്കണം. അതിലുള്ള കൗൺസിലിങ് കാര്യങ്ങൾ, അതിന്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിരുന്ന കുറെ ട്രോമകൾ, ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറെ കാര്യങ്ങൾ ഇതിന്റെ കൂടെ പറയാനുള്ളതുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് നേരം അതിനൊക്കെ ചെലവാകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. രണ്ടാമതായിട്ടുള്ള ഒരു പ്രോബ്ലം ഈ കൂട്ടത്തിൽ ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ പല രക്ഷിതാക്കളും പറയാറുള്ള ഒരു കാര്യമാണ്, കുട്ടി നന്നായിട്ട് കള്ളം പറയും. ഒരു കാര്യമില്ലാതെ കള്ളം പറയാം. അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അതായത് മക്കള് ഒരു കാര്യമില്ലാതെ, ചിലപ്പോൾ ചെറിയ വിഷയങ്ങളാവാം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാവാം, പക്ഷെ കുട്ടി വല്ലാതെ കള്ളം പറയുന്നുണ്ട് എന്ന് പരാതിയുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിൽ എന്റെ ക്ലാസ് കേൾക്കുന്ന രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുമോ? കുറെ ആളുകൾ എന്തൊക്കെയോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പലത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, ആരുമില്ല? ഇല്ല, കള്ളം പറയുന്ന പ്രശ്നമല്ലേ, അതില്ല, നല്ല കാര്യം. എന്നാലും ഇൻ കേസ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണമല്ലോ എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത്. കുട്ടികൾ നമ്മൾ കള്ളം പറയുന്നത് മിക്കവാറും നമ്മൾ ആണുങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അഡൾട്ട് ആയിട്ടുള്ള ആളുകൾ, കുറച്ച് മുതിർന്ന ആളുകൾ കള്ളം പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും ഒരു ചതി ഉണ്ടാവും. ഒരാളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളം പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗം ഒന്ന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ മറ്റൊരാളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അയാളുടെ വിശ്വാസത്തെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കള്ളം പറയാം. പക്ഷെ കുട്ടികള് കള്ളം പറയുന്നത് മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരാളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾ കള്ളം പറയില്ല. കുട്ടികൾ കള്ളം പറയുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് ശിക്ഷയെ പേടിച്ചിട്ടാണ്, അടി പേടിച്ചിട്ടാണ് കുട്ടികൾ ഒന്ന് കള്ളം പറയുന്നത്. നമ്മൾ പാരന്റ്സ് ചെയ്യാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ നമ്മൾ തല്ലും. എടാ നിസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ ഓൺ ദ സ്പോട്ടിൽ തല്ല് കിട്ടുന്ന കുട്ടിക്ക് ഉറപ്പാണെങ്കിൽ കുട്ടി പറയും, ആ ഞാൻ നിസ്കരിച്ചല്ലോ എന്ന് പറയും. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പത്തെ ആവശ്യം നിങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. കുട്ടി കള്ളം പറഞ്ഞു തുടങ്ങിയത് നമ്മൾ കാരണമാണ്. നിങ്ങളുടെ ഭർത്താവ് നന്നായിട്ട് കള്ളം പറയുന്ന ആളാണെങ്കിൽ അതിനുള്ള കാരണം അയാൾക്ക് ചെറുപ്പത്തിൽ നല്ലോണം തല്ല് കിട്ടിയിട്ടുണ്ടാവും. അയാളുടെ ഉമ്മാന്റെ അടുത്തുനിന്നോ ഉപ്പാന്റെ അടുത്തുനിന്നോ അധ്യാപകന്റെ അടുത്തുനിന്നോ അയാളുടെ ആരെങ്കിലും ഒരാളുടെ അടുത്ത് നന്നായിട്ട് അയാൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് ചെറുപ്പം മുതൽ അത് പേടിച്ച് തുടങ്ങിയതാണ്. പിന്നെ അത് ശീലാകും. പിന്നെ അത് വളർന്നു വലുതാകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ സേഫ് ആക്കാൻ വേണ്ടി അയാൾ കള്ളം പറഞ്ഞ് ശീലിക്കും. അയാൾക്ക് ശിക്ഷാ പേടി എന്നതിനപ്പുറത്തേക്ക് റിലേഷൻഷിപ്പിലുള്ള പേടികളായിരിക്കും, ഇതെന്റെ റിലേഷനെ ബാധിക്കും. മറ്റൊന്ന്, മാതാപിതാക്കളെ അല്ലെങ്കിൽ പാരന്റ്സിനെ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ മാതാപിതാക്കൾ എന്നെ കുറിച്ച് അറിഞ്ഞാൽ അവർ നിരാശരാകും, അവർക്ക് ഇന്നെ കുറിച്ച് അവർ ഡിസപ്പോയിന്റഡ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർ കള്ളം പറയും. പക്ഷേ എന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ, നമുക്കത് പറയുമ്പോൾ നിസ്സാരമായ കാര്യമാണ്, എന്നാലും ഇജ്ജ് അങ്ങനെ ചെയ്യുന്ന കരുതിയില്ലടാ
എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അവനെ നന്നാക്കാൻ വേണ്ടി പറയാണല്ലോ എന്നുള്ളത്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കള്ളം പറയാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും. ഏതൊരു കാര്യം കുട്ടി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടാവും. എന്തിനാടാ ഇത് ചെയ്തു, എന്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. അല്ലാതെ എൻ്റെ അടുത്ത് ഞാനത് പ്രതീക്ഷിച്ചില്ല പറയരുത്. മക്കൾക്കത് കള്ളം പറയാനുള്ള ഒരു കാരണമായി തീരും എന്നുള്ളതാണ്. ആൻഡ് മറ്റൊന്ന്, ശ്രദ്ധ കിട്ടാൻ വേണ്ടി കുട്ടികൾ കള്ളം പറയും. അത് പല കാരണങ്ങളുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടി കള്ളം പറഞ്ഞു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദേഷ്യപ്പെടരുത് എന്നുള്ളതാണ്. കുട്ടിയോട് "ഇജ്ജ് എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞേ, കള്ളം പറയരുതെന്ന് പറഞ്ഞിട്ടില്ലടാ" എന്ന് നമ്മൾ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? കുട്ടിക്ക് പിന്നെ നമ്മളോട് പറയാൻ പേടിയാകും. ഏതൊരു കാര്യവും സത്യമാവട്ടെ കള്ളാവട്ടെ പറയാൻ പേടിയാകും. കുട്ടി നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. അയാൾ ഏതൊരു കാര്യവും നമ്മളോട് പറയാതെയാകും. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് ദേഷ്യപ്പെടും. ഇനി കുട്ടികൾ എന്ത് പറയുകയാണെങ്കിൽ അത് വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ള ബോധം കുട്ടികൾക്ക് ഉണ്ടാവണം. ഓക്കെ, പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കിട്ടോ എന്നുള്ള ബോധവും കൂടി കുട്ടികൾക്ക് വേണം. ഒരു കുട്ടി ഒരു കാര്യം പറഞ്ഞു, തന്നെ അങ്ങനെ ഉണ്ടായോ, മാഷാ അല്ലാ നല്ല കാര്യം, അല്ലെങ്കിൽ തന്നെ എന്നിട്ട് എന്തേ സംഭവിച്ചു, ഏതായാലും ഞാൻ അവിടെ അവിടെ ആരുണ്ടായിരുന്നത്, ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താന്നുള്ളത്. നമ്മളത് അന്വേഷിക്കും എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും കള്ളം പറയാനുള്ള കുട്ടികളുടെ ടെൻഡൻസി കുറയും. മറ്റൊന്ന്, കുട്ടി കള്ളം പറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലായാലും കുട്ടി സേഫ് ആണ്. അതായത് ഇജ്ജ് എന്നോടൊരു സത്യം പറഞ്ഞാൽ, ഇജ്ജ് എന്നോട് സത്യം പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ എൻ്റെ അടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്നോട് സത്യം പറഞ്ഞതിന്റെ പേരിൽ നിനക്കൊരു അപകടവും സംഭവിക്കൂല, ഈ സേഫ് ആണ് എന്നുള്ളൊരു ഉറപ്പ് ആസ് എ പാരന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. അതല്ല കുട്ടി നിസ്കരിച്ചില്ല, ഒരു ഉദാഹരണം പറയാം കേട്ടോ. കുട്ടി നിസ്കരിച്ചില്ല, എന്തോ കാരണം, കളിക്കാൻ വേണ്ടി പോയതാണ്, മറ്റോ വേണ്ടി പോയതാണ്. കുട്ടി കളി കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ ചോദിച്ചാൽ "ഇജ്ജ് നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞു "ഇല്ല, ഞാൻ കളിക്കുകയായിരുന്നു" എന്ന് പറഞ്ഞ സ്പോട്ടിൽ നമ്മൾ ചീത്ത പറഞ്ഞു കുട്ടിയെ നന്നായിട്ട് പെരുമാറുകയും ചെയ്തു. എന്നാലോചിച്ച് നോക്കിക്കേ, സത്യം പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് വേണമെങ്കിൽ കുട്ടിയോട് പറയാം, അല്ലെങ്കിൽ എന്നാ വേഗം പോയി നിസ്കരിക്കുമെന്ന് പറയാം. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് കുട്ടിയെ അടുത്തിരുത്തിയിട്ട് പറയാം എന്തൊക്കെ സംഭവിച്ചാലും, ജീവൻ പോവാൻ തന്നെ കാരണമായാലും ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് നമുക്ക് മാന്യമായിട്ട് അവനോട് പറയാം. അടിച്ചിട്ടാണ് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടാണ് നമ്മൾ അവനോട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോണ കാര്യം എന്താ? പിറ്റേ ദിവസം അയാൾ കളി കഴിഞ്ഞ് വരും, നമ്മൾ ചോദിക്കുന്നു "നിസ്കരിച്ചിരുന്നോ?" "ആ, ഞാൻ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ടാ പോയത്." നിസ്കരിച്ചിട്ടുണ്ടാകൂല, പക്ഷെ കുട്ടിക്ക് അറിയാം ഞാൻ സത്യം പറഞ്ഞ് എനിക്ക് തല്ല് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇതാണ് കള്ളം പറയുന്നതിന്റെ റീസൺസ്. മൊബൈൽ അഡിക്ഷൻ ഒരു പ്രോബ്ലം ആരെങ്കിലും ഒരാൾ പറയോ? കുട്ടിക്ക് മൊബൈൽ അഡിക്ഷൻ ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഓ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അവന് ഫോണ് ഉണ്ടായാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒന്ന് പറയോ? ഇല്ല, എന്റെ അതിന് മോന് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായ യെസ്. എന്റെ മോന് ഫോണില്ലാണ്ട് പറ്റൂല. ഫോൺ ഏച്ചാല് കുറച്ച് കാലത്തിന്റെ അങ്ങോട്ടേക്ക് ഒരു 2-3 മാസം വല്ലാണ്ട് ഫോണുമ്മേൽ അഡിക്റ്റ് ആയി. അതിന്റെ മുന്നേ ഫോൺ ഉപയോഗിക്കലോ ഒന്നുമില്ല. അപ്പൊ അതുവരെ ഞങ്ങൾ രണ്ടാളും ഒരു ഉമ്മയും മോനും അല്ല, ജസ്റ്റ് ഒരു ആ ആ ഫ്രണ്ടാണ്. ആ എല്ലാം ഓപ്പൺ ആയിട്ട് ആ ആ പറയും, ആ തെറ്റും പറയും ശരിയും പറയും. പക്ഷെ ഞങ്ങൾ തമ്മില് ഓൻ തച്ചിക്കാണെങ്കിൽ ഞാൻ കരിയാന്നല്ലാണ്ട് ഞാൻ തിരിച്ചോനെ അടിക്കാൻ പോകില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ നല്ല ആ ആ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനി എന്ത് തെറ്റുണ്ടേലും വന്ന് പറയും, നല്ലതാണെങ്കിലും വന്ന് പറയും, ഒക്കെ എന്നോട് തന്നെ ഷെയർ ചെയ്യാ. നല്ലൊരു ഫ്രണ്ട്. പക്ഷെ യെസ്. എനിക്കൊരു പ്രശ്നം വന്നപ്പോ ഞാൻ സൈലന്റ് ആയി. അപ്പൊ 2-3 മാസം ഓൻ ആകെ ഒരു ഏകാന്തത, എന്താ പറയാ, ഫുള്ള് ഫോൺമേലേക്കായി പിന്നെ ശ്രദ്ധ. പിന്നെ ഇങ്ങനെ ഇതായിക്കണ്. പിന്നെ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഞാനിങ്ങനെ കൗൺസിലിംഗ് പോയപ്പോ ഓനോട് മാത്രമായിട്ട് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല്, എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഉമ്മേനി. എന്റെ ഉമ്മ എന്നോട് ഉം. സംസാരിക്കാണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ ആയി പോയത്. അപ്പം എന്റെ ഉമ്മ Yes. എന്നോട് സംസാരിച്ചാല് എനിക്ക് ഒരു പക്ഷെ പഴയതുപോലെ ആവാൻ പറ്റുമെന്ന്, എനിക്ക് മെഡിസിൻ ഒന്നും വേണ്ടാന്ന്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ അൽഹംദുലില്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ പറഞ്ഞ ഒറ്റ കാര്യത്തിൽ തന്നെ ഉണ്ട്. അൽഹംദുലില്ലാ ഇപ്പൊ ഞാന് എന്റെ മോന്റെ പഴയ പോലത്തെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ ഓൻക്കിപ്പോ മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട. ഒരാഴ്ച കൊണ്ട് തന്നെ മാറ്റം സംഭവിച്ചു. തീർച്ചയായും. ഇൻഷാ അല്ലാ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? സന്തോഷം ജലാദീന, സന്തോഷം. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാനിങ്ങനെ മോനൊരു 6 months ഓൺവേർഡ്സ് എന്താണ് ഞാൻ വർക്കിംഗ് ആണ്.
അപ്പോ ആ ടൈമിൽ പറഞ്ഞാൽ കുട്ടിക്ക് അങ്ങനെ സ്ക്രീനിനെ പറ്റിയിട്ടൊന്നും അറിയൂല. പിന്നെ കുട്ടി കരയുന്ന ടൈമിൽ ഇൻലോസ് ആണെങ്കിലും ഫോണ് കൊടുക്കും, എന്റെ വീട്ടിലാണെങ്കിലും എന്റെ മദർ കൊടുക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് UAE-ലാണുള്ളത്. ഓക്കെ. ആ ആ അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ 4 years ആയിട്ടാണെങ്കിലും ഞാനും ഓനും മാത്രാണ്. അപ്പൊ ആരാണെങ്കിലും ആരെടുത്ത് ഓനെ ആക്കി പോയാലും ഫോൺ തന്നെ. ബേബി സിറ്റിംഗ് അതെ. മാത്രമേ ഓനിക്കൊരു ഫോണുമെന്നൊരു മോചനം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞാല് വേറൊരാള് കൊടുത്താ ഓന് ഭക്ഷണം കഴിക്കാ എന്ന് വെച്ചാല് കുറേ ഇതാണ്. ഭയങ്കര പിക്കി ഈറ്ററാ. പല സാധനങ്ങളും കഴിക്കൂല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. നമ്മള് ചെറിയ കുട്ടികളാവുമ്പോ എല്ലാരും ഒരു ബിസ്ക്കറ്റോ മുട്ടായിയോ കൊടുത്താ കൈ നീട്ടി മേടിക്കുകയല്ലേ ചെയ്യുക കുട്ടികളെ. ഇവൻ അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. എങ്ങനെ വേണേലും ആൾക്കാരെ കൂടെ കളിക്കും. പക്ഷെ ഒരാളൊരു സാധനം കൊടുത്താല് തീരെ ഉം. വാങ്ങിക്കൂല. പിന്നെ കുട്ടികൾ ഓ, ചിരിച്ചു തുടങ്ങണ സമയത്താണെങ്കിൽ പോലും ഞാൻ എന്റെ ഫേസ്ക്ക് നോക്കും. ഒരു 4 months ആ 5 months ഓൺവേർഡ്സ് അല്ലേ കുട്ടികൾ ചിരിക്കുക. ആ ടൈമിൽ യെസ്. എന്നെ നോക്കും. എന്നിട്ട് ഞാൻ ചിരിക്കുന്ന ആൾക്കാരോടാണെന്ന് വെച്ചാൽ ഓൻ ചിരിക്കും. എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണെന്ന് വെച്ചാൽ ഓനും ചിരിക്കൂല. അപ്പൊ ബന്ധുക്കൾക്കൊക്കെ ഭയങ്കര പരാതിയായിരുന്നു. ഇത് എന്താ ഇവൻ ഇങ്ങനെ എന്നുള്ള ആ ഒരു ഇതില്. സാധാരണ കുട്ടികളൊക്കെ എങ്ങനെ ചിരിക്കും എന്നുള്ള രീതിയിൽ. പിന്നെ ആരെന്ത് കൊടുത്താലും തിന്നൂല. പിന്നെ അങ്ങനെ കുറച്ച് ഓടി നടക്കണ മുറ്റത്തെല്ലാം ഇറങ്ങി നടക്കണ പ്രായമൊക്കെ ആയേക്കുമ്പോ കോഴി ആട് ഇതിന്റെ എല്ലാം ബാക്കിൽ നടന്നിട്ടാണ് ഇങ്ങനെ മധുരമെല്ലാം എല്ലാം ഫീഡ് ചെയ്യല്, ഓനെ ഫുഡ് കൊടുക്കല്. പിന്നെ അപ്പൊ ഞാൻ ഓൽക്ക് വേറെ കാര്യം ചെയ്തിട്ടുണ്ട് ഇടയില്. ആ കുട്ടി വയറ്റിലുണ്ടായിരുന്ന സമയത്ത് കുട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ എപ്പം വർത്താനം പറയലുണ്ടായിരുന്നു. ഉം. തന്നെയാണ് അതിന്റെ പ്രധാന റീസൺ ഉണ്ടോ? കാരണം കുട്ടിക്ക് അറിയാം നിങ്ങൾക്ക് ആരോടൊക്കെയാണ് ചിരിക്കാൻ പറ്റുന്നത്, ആരോടൊക്കെയാണ് പറ്റാത്തതെന്ന് കുട്ടിക്ക് അറിയാം. നമ്മൾ വിചാരിച്ചതിനായിട്ട് ഞാൻ സ്ട്രോങ് ആണ് ഞാൻ സത്യം മക്കളുമായിട്ടുള്ള പറഞ്ഞാല് ബന്ധം. എനിക്ക് ഞാനൊരു വല്ലാത്ത സ്റ്റേജിൽ കൂടെ പോയി കൊണ്ടുണ്ടായിട്ടില്ലേ. അപ്പൊ അത് കാരണം തന്നെ എനിക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് ലോൺലി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് വേറെ ആരും ഇല്ല. സത്യം പറഞ്ഞാല് എന്റെ ലൈഫിൽ എനിക്ക് ഇത്രയും ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ളത് വേറെ ആരും ഇല്ല, എന്റെ മോനല്ലാണ്ട്. അതന്നെയാണ്. പക്ഷെ ഇപ്പത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് എനിക്ക് ഞാൻ വർക്കിംഗ് മദറാണ്, സിംഗിൾ ആ ആ പാരന്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് പിന്നെ ഇപ്പോ ഫുള്ളായിട്ട് എനിക്ക് എന്റെ ടൈം കൊടുക്കാനില്ല. ഉള്ള സമയത്ത് ഇനിയിപ്പോ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓന്റെ എക്സാം തലേസൊക്കെ ഞാൻ എന്തായാലും ഓനക്ക് സ്ക്രീൻ അല്ലേ വേണ്ട. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പഠിക്കാനുള്ള ടോപ്പിക്സിന്റെ യൂട്യൂബ് വീഡിയോസ് ഇരുന്ന് കാണുന്ന അറിയാം. ഒരു വീഡിയോ 5 വട്ടം കാണും അല്ലെങ്കിൽ 10 വട്ടം കാണും. അപ്പൊ അത് അങ്ങനെയാണ് ഞാൻ എക്സാമിന് പഠിപ്പിക്കുന്നത്. അതല്ലാണ്ട് എന്റെ അടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞങ്ങൾ ഓക്കെ. ഒരുമിച്ചിരുന്ന് വർത്താനം പറയുമ്പോൾ പരമാവധി ഒഴിവാക്കാൻ നോക്കും. ഇനിയിപ്പോ ഇവന് ഫോണാണ് ഇഷ്ടമെങ്കിൽ ഫോണ് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് വീഡിയോ കാണാൻ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കാൻ നോക്കും. പക്ഷെ ഞാൻ എന്നിട്ട് അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെക്കേഷന് കുറേ ടോയ്സ് വാങ്ങിച്ചു. പക്ഷെ കുറച്ചേരൊക്കെ കളിക്കും. ഞാനും കൂടി ഉണ്ടെങ്കിൽ ആള് കളിക്കും. അത് കഴിയുമ്പോഴൊക്കെ ആളുടെ മനസ്സ് വീണ്ടും ഓൻ കണ്ടുവെച്ച് പാതിക്ക് നിർത്തിവെച്ച ആ ഒരു വീഡിയോ നമുക്ക്, അതല്ലെങ്കിൽ പാതി കളിച്ചു വെച്ച ആ ഒരു ഗെയിം നമുക്ക്, എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് എപ്പോ ഒരേപോലെ ആയിരിക്കാൻ പറ്റൂലാലോ. ശരിക്ക് ഒരു ലോ മോഡലാകുന്ന സമയത്ത് എന്റെ സങ്കടം എന്ന് പറയുമ്പോ അതാണ്. ഇനി എന്താ ഞാൻ ചെയ്യാ, അവനെ എങ്ങനെ ഞാൻ അതുമെന്ന് രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. താങ്ക് യു. എന്തായാലും അതെ അതെ. താങ്ക്സ് ഫോർ എന്റെ മോന് ഷെയറിങ്. നല്ലോണം പഠിക്കൂട്ടോ. ഓന് ഇങ്ങനൊക്കെ ആണെങ്കിലും നല്ല പഠിക്കും, നല്ല മാർക്കെല്ലാം മാഷാ മേടിക്കും. അല്ലാ, നല്ല കുട്ടിയാണ്, നല്ല മോനാണ് അല്ലേ? എനിക്ക് ഹിന്ദി മാത്രമേ വിഷമമുള്ളൂ. അതിപ്പോ ഞാന് ഇരുന്ന് വെക്കേഷൻ ആയതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ലെറ്റേഴ്സ് ഒക്കെ കുറെ ശരിയായിട്ടുണ്ട്, അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഉം. എന്തായാലും കുറച്ച് നന്നാക്കട്ടെ. ഏ, ആമീൻ സന്തോഷം. ആമീൻ. തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ ഈ കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കുന്നില്ല. ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ പറയാം കേട്ടോ. ഇതിന്റെ മൊബൈൽ അഡിക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഡോപ്പമീൻ ആണ്. ഡോപ്പമീൻ നമ്മളിപ്പം ആ, മുമ്പൊന്നും നമുക്ക് കേൾക്കുമ്പോൾ എന്താ സാധനം എന്നൊക്കെ തോന്നിയിരുന്നു. ഇപ്പൊ ഏറെക്കുറെ ആളുകൾക്ക് അറിയാം എന്താണ് ഡോപ്പമീൻ എന്നുള്ളത്. ഇറ്റ്സ് എ ഹോർമോൺ, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു ഒരു എന്താ പറയാ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമോ അല്ലെങ്കിൽ ആവേശമോ അല്ലെങ്കിൽ പ്രതീക്ഷയൊക്കെ ഉണ്ടാകുമ്പോൾ ഡോപ്പമിന്റെ പ്രവർത്തനം കണ്ട് നല്ലോണം കൂടും. ആൻഡ് നമ്മൾ മൊബൈൽ കാണുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ കുട്ടി മൊബൈൽ കാണുകയാണ്. മൊബൈൽ കാണുന്ന സമയത്ത് ഇവന്റെ ഡോപ്പമിൻ നന്നായിട്ട് വർക്ക് ചെയ്യും. നന്നായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അവന് ഒരേ സമയം പല വികാരങ്ങളാണ്, പല വിചാരങ്ങളാണ്. ഒരു നേരത്തെ അവൻ കണ്ടത് കുടുംബത്തിലുള്ള എന്തോ ഒരു സങ്കടമാണെങ്കിൽ നെക്സ്റ്റ് ഷോട്ടിൽ അവൻ കാണാൻ പോകുന്നത് ഒരാളെ കൊല്ലുന്നതായിരിക്കാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ റീലിൽ കാണുന്നത് ഒരാൾ കരയുന്നതായിരിക്കാം.
ഒരേ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളില് പല ഇമോഷൻസ് ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഇതിങ്ങനെ ഓരോന്ന് കഴിയും തോറും തലച്ചോറിന് കൂടുതൽ ഇത് രസമുണ്ടല്ലോ, തലച്ചോറിന് എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും സംഭവം കിട്ടിക്കൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കേണ്ടത് വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ചിന്തകളൊക്കെ വർക്ക് ചെയ്യുക. കാരണം തലച്ചോറിന് ഏത് സമയത്ത് എന്തെങ്കിലും ഒരു വർക്ക് വേണം. ഈ വർക്കില്ല, പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ പ്രധാനമായിട്ടും അവർക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യവശാല് നമ്മുടെ വീടുകളിലൊന്നും അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവര് മൊബൈലിന് അഡിക്റ്റ് ആവാനുള്ള ഒരു കാരണം. ഇന്നത്തെ കാലത്ത് മൊബൈൽ യൂസ് ചെയ്യുക എന്നുള്ളത് അഡിക്ഷൻ ആണെന്ന് മനസ്സിലാക്കരുത് കേട്ടോ. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ യൂസ് ചെയ്യണം. കാരണം നമ്മൾ ജനിച്ചത്, ഇപ്പം പാരന്റ് ആയിട്ടിരിക്കുന്ന ആളുകളൊക്കെ ജനിച്ചത് മൊബൈൽ അത്ര അല്ലെങ്കിൽ ഫോൺ അത്ര പോപ്പുലർ അല്ലാത്തൊരു സമയത്ത് ജനിച്ച നമുക്ക് പോലും ഫോണില്ലാതെ ജീവിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഇല്ലാതെ പറ്റൂല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളാണ് ഡിജിറ്റൽ യുഗത്തിലേക്ക് ജനിച്ചു വീണ കുട്ടിയോട് പറയുന്നത് മൊബൈൽ ഉപയോഗിക്കരുതുണ്ടോ. മൊബൈൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഈ കാലഘട്ടത്തിൽ കുട്ടി മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ കൂട്ടുകാർക്കിടയിൽ അവൻ ഒറ്റപ്പെട്ടു പോകും. അയാളുടെ സിബ്ലിങ്സ് അയാളെ പരിഹസിക്കാൻ തുടങ്ങും. ഇപ്പോഴും ഉമ്മച്ചിക്കുട്ടിയായിട്ട് നടക്കണം, ഇപ്പോഴും വീട്ടിൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കൂല, നിരന്തരം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. കുട്ടിക്ക് അതിനെ കുറിച്ചുള്ള നോളജ് വേണം. എന്റെ മകന് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ചില ഓപ്ഷൻസ് അവൻ ചെയ്യും, അവനത് പെട്ടെന്ന് മനസ്സിലാകും. നമുക്കൊക്കെ അറിയോ, ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയൂല. മുമ്പൊക്കെ കുട്ടികൾ കണ്ണ് തുറന്ന് നോക്കുക എന്നുള്ളത് വളരെ 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 സ്ലോ ആയിരുന്നു. എന്ന് വെച്ചാൽ ചിലപ്പം കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം കുട്ടികൾ പതിയെ കണ്ണിപ്പോഴും ശരിക്കും കീറിയിട്ടില്ല എന്നൊക്കെ പറയും നമ്മള്. കണ്ണ് പതുക്കെ ഫുള്ളായിട്ട് തുറന്ന് നമ്മൾ നോക്കുക എന്നുള്ളത് കുറെ കാലങ്ങൾക്ക് ശേഷമായിരുന്നു നടന്നിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ കുട്ടിയെ നഴ്സ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം കുട്ടി ആരാണ് എന്നെ ഏറ്റുവാങ്ങുന്നത്, ആരാണ് എന്റെ ചുറ്റുള്ളതൊക്കെ കണ്ണു തുറന്ന് നോക്കുന്നത് കാണാം. കാലത്തിന്റെ വളർച്ച അത്രത്തോളം എത്തിയിട്ടുണ്ട്. കുട്ടികൾ ഭയങ്കര ഫാസ്റ്റ് ആണ്, അവര് ഫാസ്റ്റ് ലേണേഴ്സ് ആണ്, ടെക്നോളജിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. ആ കുട്ടികളോട് ആണ് നമ്മൾ പറയുന്നത് മൊബൈൽ എടുത്തു വെക്ക്, പഠിക്കുക എന്ന് പറയുന്നത്. മൊബൈലിൽ കിട്ടുന്നത് ഹാപ്പിനെസ്സും അവന്റെ ഇമോഷൻസ് ഓവർലോഡ് ആയി കൊണ്ട് നടക്കാനുള്ള ഡോപ്പമിൻ ലെവല് ഹൈ ലെവലിൽ എത്തിക്കാനുള്ള സാധനമാണെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോണത് ഒരു ഡോപ്പമിൻ ഇതും കിട്ടാത്ത ഒരു തരത്തിലേക്കാണ് അവനെ കൊണ്ടുപോണത്. അപ്പൊ എന്താ സംഭവിക്കുക? കുട്ടിയുടെ മൈൻഡ് അപ്പോഴും അതിൽ തന്നെ ആയിരിക്കും, ഇതിലേക്ക് കുട്ടിയുടെ മൈൻഡ് വരൂല. സോ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് മൊബൈല് പിടിച്ചു വാങ്ങുന്നതിന് പകരം വി കാൻ സെറ്റ് എ ടൈം. 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്. 15 മിനിറ്റ് കളിച്ചോ, 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫോൺ വാങ്ങി വെക്കും കേട്ടോ. ഞാൻ എന്റെ കുട്ടിയോട് പറയാറുണ്ട്. ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഓൻ ചോദിക്കും, അപ്പൊ എനിക്ക് ഫോൺ ഒന്ന് തരുമോ? അപ്പൊ ഞാൻ പറയും ആയിക്കോട്ടെ, നിസ്കരിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഫോൺ വാങ്ങിട്ടോ എന്ന് പറയുമ്പോൾ പറയും വേണ്ടപ്പാ ഞാൻ തന്നോണ്ട് എന്ന് പറയും. നിസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കോളാന്ന് പറയുമ്പോൾ അപ്പൊ എന്നോട് പറയും വേണ്ട ഞാൻ തന്നോണ്ട് എന്ന് പറയും. കാരണം കുട്ടിക്ക് അറിയാം നിസ്കാരം കഴിഞ്ഞാൽ ഞാനത് വാങ്ങും. ആ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്യാം. നമ്മുടെ വാക്കിന് വിലയുണ്ടായിരിക്കണം. ഞാനത് വാങ്ങും എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കയ്യിൽ നിന്നത് വാങ്ങിയിരിക്കണം. ഞാനത് തരും എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് കൊടുത്തിരിക്കണം. എന്റെ ഉമ്മ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട്, എന്റെ ഉപ്പ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടന്നിരിക്കും എന്നുള്ളത് കുട്ടിക്ക് ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തും അയാൾ അനുസരിക്കും. ഫോണ് കൊണ്ടാന്ന് പറഞ്ഞാൽ അയാൾ അധികം വാശി പിടിക്കൂല, വേഗം ഓഫ് ചെയ്തിട്ട് ചെറിയ സങ്കടം ഉണ്ടാകും. പക്ഷെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുന്നതിന്റെ മുൻപായി നമ്മളിത് പറയുന്നത് പഠിക്കാൻ വേണ്ടി അവർ ഇട്ടുമ്പോഴുള്ള കാര്യമാണ് കേട്ടോ. അയാൾ എന്താണ് കാണുന്നത് എന്ന് നോക്കുക. ഇനി അത് അവസാനിക്കാൻ എത്ര നേരം ഉണ്ട് എന്ന് നോക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനും കൂടി കാണട്ടെ എന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യുക, കൂടെ ഇരിക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാം ഇത് കഴിഞ്ഞാൽ ഫോൺ ഓഫ് ആക്കണം കേട്ടോ, എന്നിട്ട് നമുക്കൊരു പണിയുണ്ട്, ഇന്നെ ഹെൽപ്പ് ചെയ്യൂലേ എന്ന് ചോദിക്കുക. നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ റെക്കഗ്നീഷൻ കുട്ടിക്ക് കിട്ടുക പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടിക്ക് എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയോ? ഞാൻ എന്റെ മകനോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവൻ ഫോൺ കാണുന്ന നേരത്ത് ഞാൻ ചിലപ്പം എന്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഡ്രസ്സ് അയലിടാൻ വേണ്ടിയിട്ടോ ഒക്കെ പോണ സമയത്ത് അവനോട് പറയും എടാ ഇതൊന്നും എനിക്ക് എടുത്തു തരുമോ, ഇതൊന്നും എനിക്ക് വെള്ളത്തിലിട്ട് തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് അവൻ ഓടി വരും. കാരണം അവന് ഫോണിനേക്കാൾ ഇമ്പോർട്ടന്റ് ഞാനാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ഫോണല്ല, ഫോണിനേക്കാൾ ഇമ്പോർട്ടന്റ് നമ്മൾ തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷെ നമ്മൾ തിരക്കിലാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? കുട്ടിക്ക് ഈ ഡോപ്പമിൻ ഇവന്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഇമോഷൻസ് ഓവർഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. ഇത് എവിടെയെങ്കിലും ഓനെ ഇറക്കി വെക്കണം. ഈ ഡോപ്പമിൻ ലെവൽ എവിടെയാണോ കിട്ടുന്നത് ബ്രെയിൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഓനൊരു കാര്യത്തിൽ നിന്നാണ്ട് ഡൈവേർട്ട് ആയി കഴിയുമ്പോൾ ഓന്റെ ബ്രെയിൻ ഓനെ ഓർമ്മിപ്പിക്കും പിന്നെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ
നല്ല രസം കിട്ടും കേട്ടോ. അപ്പോൾ വീണ്ടും ഫോണിലേക്ക് തിരിയും, കാരണം നമ്മുടെ അടുക്കൽ ഡോപ്പമിൻ ഇല്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി എന്താന്ന് വെച്ചാല്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ആൺകുട്ടികളെയൊക്കെ കുക്കിങ്ങിൽ നന്നായിട്ട് നിങ്ങൾ അവരെന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ കഴുകിയിട്ട് ആ വെള്ളം ഒഴിവാക്കാൻ അവനെ ഏൽപ്പിക്കണം. മീനിന്റെ പാത്രത്തിൽ കൈ ഇടുമ്പോൾ കൈ നന്നായിട്ട് നാശമാകും, വാസനിക്കും, ഒന്ന് പോയാ അവിടുന്ന് എന്ന് പറയരുത്. അയാളോട് പറയാ, ആ മീൻ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയാതാ ഉണ്ടോ മീൻ ഇങ്ങനെ എവിടെയാണ് മുറിക്കുക, ഇത് കാണിച്ചു കൊടുക്കുക. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അയാൾ നല്ലൊരു മകനാകും എന്നതിലുപരി അയാൾക്ക് വരാൻ പോകുന്ന ഭാര്യയ്ക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് അയാൾ നല്ലൊരു പാർട്ണറായി മാറും. കാരണം നമ്മൾ അയാൾ അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കുകളാണെങ്കിൽ ആ കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടിയോട് പറയുക. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ വർക്ക് ലോഡും കൂടി ആക്കി കൊടുക്കരുത്. ഞാൻ വരുമ്പോത്തിന് റൂം നന്നായിട്ട് അടിച്ചു വാരി വെച്ചുകൊണ്ടിട്ടോന്നല്ല, പിന്നെ ഞാൻ അലക്കാൻ പോവാണ്, ഇതൊന്ന് ബക്കറ്റിന്റെ കൂടെ ഒന്ന് പിടിച്ചു തരുമോ, അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. എന്നിട്ട് ഞാനിത് ഓരോന്നും അലക്കി കഴിയുമ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ടാണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ടോ, നമുക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ എന്നുണ്ടെങ്കിലും കുട്ടിയെ വിളിക്കുക. ആ സമയത്ത് അവന് ചിലപ്പോ നിലത്ത് ഡ്രസ് ഇട്ടേക്കാം, അല്ലെങ്കിൽ അറിയാതെ കയ്യിൽ നിന്ന് വീണ് പോയേക്കാം. മതി പോയിക്കോ, സഹായിച്ചേ മതി, വലിയ ഇടങ്ങാറായപ്പോ എന്നെ വിളിച്ച് ഇടങ്ങാറായി പറയരുത്. കാരണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റെക്കഗ്നീഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോണ് പെട്ടെന്ന്, എന്റെ കുട്ടി പെട്ടെന്ന് ഫോൺ ഇങ്ങനെ നോക്കുന്നതിന്റെ ഇടയിൽ ഞാൻ അവനോട് ചോദിച്ച ഉടനെ അവൻ എനിക്കത് തന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ അപ്രീഷിയേറ്റ് ചെയ്യും. മാഷാ അല്ലാഹ്, എന്റെ കുട്ടി നല്ല മോനാണല്ലോ പറഞ്ഞപ്പോഴേക്കും നോക്കുമ്പോ അവനകത്ത് പെട്ടെന്ന് ഫോൺ എടുത്ത് വെച്ചു, അവൻ ഓഫാക്കി. അപ്പൊ അവൻ പറയും, ഞാൻ ഫുള്ള് ബാക്ക് അടിച്ചോണ്ട് പോകുമ്പോ ഞാൻ തന്നെ ഓഫ് ആക്കിക്കോളട്ടോ എന്ന് പറയും. ഇതേ ഉള്ളൂ. മക്കൾക്ക് ഫോൺ കൊടുക്കരുത് എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ അതിനൊരു കൺട്രോൾ വെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം അയാളെ ഒറ്റയടിക്ക് അതിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ച് പഠനത്തിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ കുട്ടികൾ അതിന് തയ്യാറാകൂല. മറ്റൊന്ന്, ബോറടിയാണ് കുട്ടികളുടെ പ്രധാന കാരണം, മാതാപിതാക്കളുടെ തിരക്ക്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി കളിക്കാൻ കൂട്ടുകാരില്ല എന്നുള്ളതാണ്. കളിക്കാൻ കൂട്ടുകാരില്ലാതാവണമെങ്കിൽ പല റീസൺസ് ഉണ്ട് കേട്ടോ. ഒന്നുകിൽ അയാള് അവിടുത്തെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായിരിക്കാം, കുറച്ച് ദൂരെ ആയിരിക്കാം. രാവിലെ കുളിച്ചു മാറ്റി ഒരുങ്ങി അയാൾ നേരെ ബസ്സിൽ കയറി സ്കൂളിൽ ചെന്നിറങ്ങി തിരിച്ചിങ്ങോട്ട് വന്നു. നാട്ടിൽ അയാൾക്ക് കളിക്കാനോ അയാളെ വിളിക്കാനോ കൂട്ടുകാരില്ലാത്തൊരു അവസ്ഥയുണ്ടാകും. അപ്പൊ സ്വാഭാവികമായിട്ടും അയാൾ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. വീട്ടിൽ ഒതുങ്ങിക്കൂടുമ്പോൾ അയാൾക്ക് ഡോപ്പമിൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഡോപ്പമിൻ എവിടെ ചെലവഴിക്കണം എന്ന് അറിയൂല. അപ്പൊ സ്വാഭാവികമായിട്ടും മൊബൈലിലേക്ക് എന്ത് ചെയ്യും, അയാൾ തിരിയും. നമ്മുടെ ഒരു കരുതൽ നല്ലതാണ്, പക്ഷെ ഓവർ കെയറിങ് ആയി കുട്ടികളെ നമ്മൾ അടച്ചു വെച്ച് പിടിക്കുമ്പോൾ കുട്ടികൾ ആരുമായി റിലേഷൻ ഇല്ലാതെ അവരുടെ മാത്രമായ ഒരു ലോകത്തിലേക്ക് അവർ ഒതുങ്ങും. അങ്ങനെ ഒതുങ്ങിക്കഴിയുമ്പോൾ, അതുകൊണ്ടാണ് പല ഈ നമ്മുടെ കൊറോണ കാലത്ത് ഉള്ള കുറെ ആളുകൾ പിന്നീട് ആദ്യം നന്നായിട്ട് ആളുകളോട് സംസാരിച്ചിരുന്ന ആളുകൾ പിന്നെ ആരോടും സംസാരിക്കാത്ത ഒരു ലെവലിലേക്ക് മാറിപ്പോയത് അങ്ങനെയാണ്. ഒരു സേഫ് സോണിലാണ് അവർ എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്തുകൊണ്ട് മൊബൈലിന് അഡിക്റ്റ് ആവുന്നു, അല്ലെങ്കിൽ കുട്ടികൾ എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ ആവുന്നു എന്ന് ചോദിച്ചാൽ, ഫിസിക്കലി അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടെങ്കിലും അവരുടെ ഡോപ്പമിൻ ഒന്ന് ശമിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതൊരു പുസ്തകം എടുത്ത് വെക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷെൽഫ് നന്നാക്കാനാണെങ്കിൽ ഒരു പണി മുഴുവനായിട്ട് അവരോട് പറയാ എന്നുള്ളതല്ല. ചില രക്ഷിതാക്കൾ അങ്ങനെ മനസ്സിലാക്കും, അവനെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്താൽ ശരിയായിക്കോളും. അങ്ങനെയല്ല. ആ കൊടുക്കുന്ന ആക്ടിവിറ്റി അവനൊരു ഭാരമായി തീരരുത്. ഒന്ന് കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അപ്രീസിയേഷനെങ്കിലും അവന് കൊടുക്കുകയും ചെയ്യണം. ഒരു പുസ്തകം അവനോട് എടുത്തു വെക്കാൻ പറഞ്ഞു, അവൻ ആ പുസ്തകം കൊണ്ടുപോയി എടുത്തു വെച്ച്, മാഷാ അല്ലാഹ്, എവിടെ വെച്ച്, ഞാൻ അവിടെ തന്നെ വെക്കാൻ വിചാരിച്ചു. നിങ്ങൾ അവിടെ അല്ല വെക്കാൻ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഇരുന്ന് ഞാൻ വെക്കാൻ വിചാരിച്ചു, അവിടെ തന്നെ എന്റെ കുട്ടി നല്ലോണം കൊണ്ടുപോയി വെച്ചല്ലോ എന്ന് പറയുമ്പോൾ അയാൾക്കൊരു അപ്രീസിയേഷൻ ആയി. അടുത്ത തവണ അയാൾ മൊബൈലിൽ ഏറ്റവും തിരക്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചാലും അയാൾ ഓടി വരും. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് സങ്കടം അയാളോട് പറഞ്ഞാൽ മതി. മക്കളുടെ മുന്നിൽ നമുക്ക് സങ്കടങ്ങൾ കൃത്യമായി എക്സ്പ്രസ് ചെയ്യണം. ചെയ്തത് എനിക്ക് വല്ലാത്ത ഹേർട്ടായിട്ടോ, എനിക്ക് നല്ല സങ്കടമായിട്ടോ, അല്ലാതെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, ഇത് എന്നോട് അങ്ങനെ ചെയ്താലൊന്നും ഞാൻ കുലുങ്ങൂല, ഞാൻ എന്റെ ബാപ്പയാണ്, ഞാൻ എന്റെ അമ്മയാണ്, ഞാനാ പ്രസവിച്ചത് എന്ന് കുട്ടിയോട് വാശി കാണിക്കാണ്. ഈ കുട്ടി പറയും, അതിനെന്താ, നിങ്ങൾ ആരെയും എന്നോട് പറഞ്ഞു പ്രസവിക്കാന്, ഞാൻ പറഞ്ഞു എന്നെ പ്രസവിക്കാന്, ഞാൻ പറഞ്ഞു എന്നെ വലുതാക്കാന്. കുട്ടി തിരിച്ചു ചോദിക്കും, നമ്മൾ എന്താ കുട്ടിയോട് പറയാ? ആൻഡ് അതുകൊണ്ട് തന്നെ കുട്ടികൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും അവർക്ക് അപ്രീസിയേഷൻ നൽകുക എന്നുള്ളതാണ്. നാലാമതായുള്ള ഒരു പ്രോബ്ലമാണ് പഠിക്കാൻ താല്പര്യമില്ലായ്മ. അത് അനുഭവിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ടാകും. പഠിക്കാൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഭയങ്കര മടിയാണ്, വേറെ എന്തിനാണെങ്കിലും കുഴപ്പമില്ല, പഠിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് ഇരിക്കൂല. ഓക്കെ, ഇതിന്റെ
ഒരു കാരണം, പല കാരണങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അത് വേറെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ചെറിയ രൂപത്തിൽ ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയാം. ഒന്നുകിൽ അയാൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടിയായിരിക്കും. ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ കാറ്റഗറിയിൽ പെട്ട ആളാണ്. ഇപ്പോഴും അതെ, വലിയ മാറ്റമൊന്നുമില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. എനിക്ക് ഒരു കാര്യം തന്നെ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കി തന്നാലേ ചിലപ്പോൾ എനിക്കത് മനസ്സിലാവുള്ളൂ. പണ്ട് ഞാൻ ആ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടുള്ള കുറെ പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കാത്ത ഒരു കുട്ടിയുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാകും. അയാൾക്ക് വേണ്ട കെയറിങ് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റും, ഞാനൊരു ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് തന്നെ. മറ്റൊന്ന്, തോറ്റുപോകും. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് ഞാനത് എക്സാം എഴുതിയിട്ട് അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ട് ഞാൻ തോറ്റുപോയാൽ പരാജയ ഭയം. ഞാൻ പഠിച്ചാൽ തോൽക്കുമല്ലോ. അപ്പൊ ഞാൻ ഓൾറെഡി പഠിക്കാതിരുന്നാൽ എനിക്ക് പറയാലോ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറയാലോ. അതാണ് മറ്റൊരു കാരണം. അതിന് ഒരു പരിധി വരെ പാരന്റ്സ് വലിയ റീസൺ ആണ്. കാരണം ഓവർ എക്സ്പെക്ടേഷൻ. എന്റെ കുട്ടി അങ്ങനെ പഠിക്കും, ഓൻ അങ്ങനെ, എനിക്ക് അഭിമാനമാണ്, മറ്റേതാണ്. വീട്ടുകാരൊക്കെ വരുമ്പം ഈ കാര്യങ്ങളൊക്കെ നിരന്തരം ഇവനെങ്ങനെ പ്രലോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടോപ്പ് ക്ലാസ് ആണ്, ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ ഓനതൊരു ഓപ്ഷനേ അല്ല. ഇതിങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ കുട്ടിക്ക് തോന്നും ഞാനെങ്ങാനും ഇനി എനിക്ക് ആ എക്സ്പെക്ടേഷനിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ഉമ്മാക്ക് അല്ലെങ്കിൽ എന്റെ ഉപ്പാക്ക് എന്നോടൊരു ദേഷ്യം തോന്നുമല്ലോ, അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനാവുമല്ലോ. സ്വാഭാവികമായിട്ടും കുട്ടി പഠിക്കാനുള്ള താല്പര്യം കാണിക്കൂല. കാരണം ഇത് പഠിച്ചിട്ട് എന്താടാ തോറ്റു എന്നുള്ള ചോദ്യം വരുന്നതിനേക്കാൾ നല്ലത് കണ്ടോ പഠിക്കാതെ നടന്നിട്ടാണ് ഈ തോറ്റത് എന്നുള്ള ഒരു സേഫ് സോൺ ആണെന്ന് കുട്ടിക്ക് മനസ്സിലാകും. അതാണ് രണ്ടാമത്തത്. മറ്റൊന്ന് ADHD. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ADHD അറ്റൻഷൻ ഡെഫിസിറ്റി എന്നൊക്കെ പറയും, ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നൊക്കെയാണ് ഇതിന് പറയാ. അത് ഇപ്പോ ചില കുട്ടികൾ ഉണ്ടാകും, അവർക്ക് പഠിക്കാൻ വേണ്ടി സ്റ്റഡി ടേബിളിന്റെ മുന്നിലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചു നേരം എഴുതുമ്പോഴേക്കും ഓരോ കയ്യിൽ നിന്ന് പെൻസിൽ വീണ് ഉമ്മ അത് എടുക്കാൻ പോകുമ്പോഴേക്കും ഓരോ ശ്രദ്ധ മാറി ജനാലിന്റെ ഉള്ളിലേക്കായി. ജനാലിന്റെ കാര്യം ഒന്ന് നോക്കി ഇതിലേക്ക് കൊണ്ടുവരാൻ വരുമ്പോഴേക്കും അവന് ദാഹിക്കുന്നുണ്ടാകും. ദാഹം പറഞ്ഞ് വെള്ളം കൊടുത്തൊന്ന് കുടിച്ച് 2 കഴിയുമ്പോൾ അവന് മൂത്രയിക്കാൻ പോകാനുണ്ടാകും. ഇങ്ങനെ നിരന്തരം ഓരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ADHD ഉണ്ടെങ്കിൽ. കാരണം അതൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്, ഒരു ഇഷ്യൂ ആണ്. അത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ ഒരു ഡോക്ടറെ കണ്ട് അതാണോ ADHD ആണോ എന്റെ കുട്ടിക്ക് എന്നുള്ളത് എന്ത് ചെയ്യണം. യെസ്, ഇൻഷാ അല്ലാഹ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് അതിന് കുറെ റെമഡീസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്ന രൂപത്തിലുള്ള കാര്യം. ഞാൻ അതിലൊരു എക്സ്പേർട്ട് അല്ല, ഞാനൊരു പ്രൊഫഷണൽ അല്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു കാര്യം പറയണം എന്നുണ്ടെങ്കിൽ, ആധികാരികമായിട്ട് പറയണം എന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റൂല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, ഓനത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണത്. ഓനൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റൂല. അത്തരം ആളുകളെ പഠിപ്പിക്കേണ്ട രീതികളുണ്ട്, റെമഡിയൽ ടീച്ചിങ് ഉണ്ട്. ആ രൂപത്തിൽ അവരെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ശ്രദ്ധ കിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കും കുട്ടിക്ക് ഇത് പഠിക്കാനുള്ള മടി കൊണ്ടാണ്, ഭയങ്കര മടിയാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ പ്രശ്നം അതല്ല. നിരന്തരം നമ്മൾ അതിന്റെ പേരിൽ അയാളെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്കും അറിയൂല അയാൾക്ക് എന്തുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതെന്ന്. നിരന്തരം രക്ഷിതാവിന്റെ അടുത്ത് അടി കിട്ടുമ്പോൾ കുട്ടിക്ക് അതിൽ പഠന താല്പര്യം ഇല്ലാതാവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലി. അതുകൊണ്ട് തന്നെ മറ്റൊന്ന്, കമ്പാരിസൺ. എത്രയൊക്കെ കുട്ടികൾ നന്നായി പഠിക്കാൻ ശ്രമിച്ചാലും നിരന്തരം എത്താപ്പോ ഇരുത്തി പഠിപ്പിച്ചതല്ലടാ എന്നെ ഞാന്, എന്നിട്ട് ഇത് വാങ്ങിക്കൊടുത്ത മാർക്കാണ് കണ്ടോ, എന്റെ അത്രയും ബുദ്ധിയില്ലാത്ത ഓനാക്കണം എന്നെ കാട്ടി മാർക്കുണ്ട്. നിരന്തരം കമ്പാരിസൺ ചെയ്യുമ്പോൾ കുട്ടിക്ക് തോന്നും ഞാൻ പഠിച്ചിട്ട് എന്തായാലും എന്റെ അമ്മ എന്നെ അംഗീകരിക്കാൻ പോണില്ല, പിന്നെ ഞാൻ എന്തിനാ ഇടങ്ങാറായി പഠിക്കണം. ആൻഡ് മറ്റൊന്ന്, ആത്മവിശ്വാസ കുറവാണ്, കോൺഫിഡൻസ് ഇല്ലായ്മ ഏത് കാര്യത്തിലും. അതിനും കാരണക്കാർ നമ്മളാണ് കേട്ടോ. നമ്മൾ കുട്ടിയെ ഇങ്ങോട്ട് ഓവറായിട്ട് കെയർ ചെയ്തു. ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാം എത്രത്തോളം എന്ന് വെച്ചാല് 1ാം ക്ലാസ്സിലോ LKG UKG പഠിക്കുന്ന സമയത്ത് അയാൾ എഴുതുമ്പോൾ അയാളെ കൈ പിടിച്ചിട്ട് നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും കുട്ടിക്ക് തോന്നും ഒരു കാര്യവും ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാകൂല. അയാളുടെ എഴുത്ത് പഴക്കട്ടെ, അയാൾ തെറ്റിക്കട്ടെ, മായ്ച്ച പേജ് കീറിക്കോട്ടെ. പക്ഷെ എന്നിരുന്നാലും നമുക്ക് വേണമെങ്കിൽ അയാൾക്കുള്ള മാതൃക കാണിച്ചു കൊടുക്കാം. ഇത് ഇങ്ങനെയാണ് കേട്ടോ, ചെറുതായിട്ട് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ ആ രൂപത്തിൽ പറഞ്ഞു കൊടുക്കാം. കൈ പിടിച്ച് നമ്മൾ എപ്പം മുതലാണോ അയാൾ എഴുതിക്കാൻ തുടങ്ങുന്നത് അപ്പം മുതൽ ഒരു വട്ടം നമുക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അതിനപ്പുറത്തേക്ക് ഹോംവർക്കുകൾ പോലും നമ്മൾ കൈ പിടിച്ച് ഇങ്ങനെ നിരന്തരം എഴുതിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഇന്നെ കൊണ്ടൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയൂല. നമ്മൾ ചെറുപ്പം മുതലേ കുട്ടീന്റെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യമാണ്. അപ്പൊ കുട്ടിക്ക് ഒരു ആത്മവിശ്വാസ കുറവ്, ഞാൻ ഇത് പഠിച്ചാൽ ഇന്നെ കൊണ്ട് കഴിയൂല, എനിക്കത് മനസ്സിലാകൂല, ആത്മവിശ്വാസ കുറവ്. അല്ലെങ്കിൽ മറ്റൊരു കാരണം,
ടീച്ചേഴ്സിനെ പേടിയുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ടീച്ചേഴ്സ് കാരണമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം വരും. ടീച്ചേഴ്സ് നിരന്തരമായിട്ട് ഇവരെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള താല്പര്യം കുറവുണ്ടാകും. അപ്പൊ അവിടെ കുട്ടികളോട് നിങ്ങൾ ഇതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് റിസൾട്ട് അല്ല പ്രധാനം എന്ന് കുട്ടിയോട് പറയണം. കുട്ടിക്ക് അത് തോന്നണം. എന്റെ റിസൾട്ടിനേക്കാൾ എന്റെ എഫേർട്ടാണ്. അതായത് ഇജ്ജ് അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, സാരല്ലടാ പരീക്ഷയല്ലേ, അത് തോറ്റ എന്ന് വിചാരിച്ച് വളരെ നിസ്സാരാക്കുക എന്നല്ല പറഞ്ഞത്. കുട്ടി ഒരു വിഷയത്തിൽ തോറ്റു കഴിഞ്ഞാൽ അതാ ഇതിന് മാർക്ക് കുറവാണല്ലോ, എന്ത് പറ്റി, പഠിച്ചത് മനസ്സിലായിട്ടില്ലായിരുന്നോ, മാന്യമായി ചോദിക്കണം. അല്ലാതെ ബാക്കി കണ്ടോ കണ്ണുമോറില്ലാതെ കാന്തല്ലാതെ എഴുതി പോന്നിട്ടുണ്ടാകും. ഇതാണ് നമ്മുടെ ശൈലിയെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ എങ്ങനെയാണ് പഠിക്കാനുള്ള മനസ്സുണ്ടാകുക? അതുകൊണ്ട് തന്നെ റിസൾട്ടിനേക്കാൾ ഈ അതിന് എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യം ഞാനും കൂടി ഇരുന്ന് തരട്ടോ, നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി വേറെ ആരുടെങ്കിലും ചോദിക്കണം, നമുക്ക് അവരോട് ചോദിച്ച് പഠിക്കട്ടോ പറയുമ്പോ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ആണ്. എന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച വരുമ്പോ എന്റെ ഉപ്പ എന്റെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ കുട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് മതിയാകും. ഇനി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടോ, സമയം ഇപ്പൊ ഇതാക്കണം 9:30 സമയമായി. ഞാനൊരു 10 മിനിറ്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യും, കൂടുതലായിട്ടൊന്നും പറയൂല. ഇപ്പൊ ഏറ്റവും കുറെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി ഇതല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടികൾക്ക് ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിലോ അല്ലെങ്കിൽ വോയിസ് ആയിട്ടോ പറയുകയാണെങ്കിൽ ഞാൻ അതും കൂടി ഇതിന്റെ കൂടുതൽ പറയാം. അതല്ലേ നല്ലത്. കാരണം ഇനി ഞാൻ എഴുതി വെച്ച കാര്യങ്ങൾ ഏകദേശം 12ഓളം കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ആകെ 4 കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുള്ള എന്തെങ്കിലും കാര്യം ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇപ്പൊ ചോദിക്കാം. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്യാം. ആരുമില്ലേ? നമുക്ക് കേൾക്കേണ്ടിയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടോ? യെസ്, പറഞ്ഞോളൂ. വോയിസ് ആയിട്ടോ കമന്റ് ആയിട്ടോ ഒക്കെ പറയാം. അതെന്താന്ന് എന്താ വിഷയം? വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ചൂടാകുന്ന സമയത്ത് ഇങ്ങനെ ഒന്നും ആ മിണ്ടാണ്ടിരിക്കുന്ന മാതിരി എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച് ആ അപ്പത്തെ ആ ആ ഒരു ഇതില് ഇതാവുന്നതായിരിക്കും, എന്നാ സ്റ്റക്കായി പോകുന്നതായിരിക്കും എന്നാണ് ഞാൻ ഓർത്ത്. പിന്നെ ഉം, ഉം. അതുപോലെ എന്താണ്, ഞങ്ങളുടെ വിൻഡോന്ന് നേരെ നോക്കിയ ഹൈവേ കുറച്ച് നല്ല വ്യൂ ആണ്. ചിലപ്പോ ആ ആ പക്ഷെ ഈ പ്രായത്തിലുള്ള കുട്ടികളൊന്നും അങ്ങനെ ഒരു വ്യൂ ഒന്നും പോയി നോക്കി നിൽക്കണത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഉം, ഉം, കാരണം ഉം. എന്താ വെച്ചാൽ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നിടത്തും OP യിൽ സ്ഥിരവും കുട്ടികൾ തന്നെയാണ് എനിക്ക് കൂടുതൽ ആ ആ വരുത്തുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സ്ഥിരം ഇങ്ങനെ കാണുന്ന തന്നെ. അപ്പൊ ഇവനിടക്ക് കാണാൻ ഇങ്ങനെ ഒറ്റക്ക് പോയിരിക്കുന്നു. അപ്പൊ ആ എനിക്കെന്തോ ആ പേടി, എന്തത് ഇങ്ങനെ പോയി നിൽക്കുന്നെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടീച്ചറും എൻ്റെ അടുത്ത് കംപ്ലൈന്റ് അല്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. എനിക്കാന്ന് ആ വെച്ചാൽ എന്റെ ഡ്യൂട്ടി കാരണം തന്നെ ഇത്തവണത്തെ PTA പോവാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ഉം, എന്താണ് ഉം, എന്നിട്ട് എനിക്ക് വേറെ മാർക്കെല്ലാം അയച്ചു തരിക ചെയ്തത്. അപ്പോ ഉം. പിന്നെ എന്താണ് പറഞ്ഞു, ഞാന് ഇപ്പൊ പുതിയ ഗ്രേഡ് ഇപ്പൊ തുടങ്ങിയിട്ട് പുതിയ ടീച്ചറെ ഞാൻ കണ്ടിട്ടില്ല. അതാണ്. അപ്പോ അവര് പറഞ്ഞു ഇവൻ എന്താന്ന് അറിയൂല. ഞാൻ വിചാരിച്ചു ഇവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കണില്ല എന്നാണ്. ഇങ്ങനെ ആ സ്റ്റക്ക് ആയ പോലെ നിൽക്കുന്നതാണ്. എവിടെയോ ആലോചിച്ചിട്ടോ നോക്കിയിട്ടോ നിക്കണ പോലെയാണ് ഇവന്. പിന്നെ പക്ഷെ എന്നാൽ അതേ സമയം തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ എല്ലാം ചെയ്യുന്നുണ്ട്. അവനെ കൊണ്ട് അങ്ങനത്തെ പരാതിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളൊന്നും പറയാതിരുന്നത്. 2 മാസത്തോളം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. പക്ഷെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ എനിക്കിത് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനിത് സ്ക്രീൻ ടൈമുമായിട്ടാണ് ഞാൻ ലിങ്ക് ചെയ്ത് നോക്കിയത്. അപ്പൊ ഞാൻ ഇവിടെ ഉം. പീഡിയാട്രീഷ്യന്റെ അടുത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ചിലപ്പോ ഒന്നും പറയാൻ പറ്റില്ല, പല രീതിയിലാണ് പിന്നെ സീഷറും കാര്യങ്ങളൊക്കെ കുട്ടികളിൽ കാണുന്നത്. അപ്പൊ അതാണോ അല്ലേ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് എന്താ സംഭവം എന്നറിയില്ല. ഇവന് ഏറെക്കുറെ ലോൺലി തന്നെയാണ്, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ മാത്രല്ല എന്റെ ഫാദർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ ഉം, ഉം. ഉപ്പയാണെങ്കില് ഇങ്ങനെ എന്താ വലിയ ആൾക്കാരോട് പറഞ്ഞ പോലെ തന്നെ ഇവനെ ചീത്ത പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ പറയും, ഇവന്റെ അടുത്ത് പറയും, ഉപ്പ കുറച്ച് ഇങ്ങനെ ഏജ് ആയതുകൊണ്ടാണ് എന്താണ് ഒച്ചയിട്ടിട്ട് വർത്താനം പറയാൻ വെച്ചാൽ പേടിക്കണ്ട കേട്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ അങ്ങനെയാണ് സംസാരിക്കുക എന്നുള്ളത് അവനോട് പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം കൊണ്ടല്ല, അതുകൊണ്ട് സാഡായി പോവരുത് എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല എന്താണ് ഇവന് പറ്റണെന്നുള്ളത് എനിക്ക് അറിയൂല. അവനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ ഇതിനെ അവനോട് കുറിച്ച്? സംസാരിച്ച് എന്തുകൊണ്ടാ സൈലന്റ് ആവണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയും ഒന്നുമില്ല, ഞാന് പുറത്ത് നോക്കി നിക്കാണ്, അല്ലെങ്കിൽ ഞാന് അതിനെപ്പറ്റി ചിന്തിച്ചാന്നൊക്കെയാണ് പറയണത്. പക്ഷെ ആ എന്തോ ആ ഞാൻ ആ അതിലത്ര കൺവിൻസ്ഡ് അല്ല. ഒന്നാമത്തെ കാര്യം ഇതില് ആ, നേരത്തെ പീഡിയാട്രീഷ്യൻ പറഞ്ഞതുപോലെ തന്നെ
കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യണം. ഞാൻ അതിൽ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ബട്ട് ഒരു കാര്യം, ഒന്ന്, ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചിന്തിക്കാതെ മൈൻഡിൽ ഒരു തോട്ടും ഇല്ലാതെ വെറുതെ കുറച്ചു നേരം ഇങ്ങനെ എവിടെയെങ്കിലും നോക്കിയിരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതായത് ചിലപ്പം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ എന്റെ വൈഫ് ചോദിക്കും, എന്താ നിങ്ങൾ ആലോചിക്കണതെന്ന്. ഞാൻ പറയും ഒന്നുമില്ല. ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ വെറുതെ നോക്കിയിരിക്കും. പക്ഷെ ഓള് വിശ്വസിക്കൂല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും ആലോചിക്കാതെ മൈൻഡിൽ ഒന്നും ഇല്ലാതെ ബ്ലാങ്ക് ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അത് അങ്ങനെ നോക്കി നിൽക്കുന്ന മൊമെന്റിൽ പോയി ചോദിക്കരുത്. നിങ്ങൾ മാത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എനിക്ക് എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സംഭവം, ഞാൻ എന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തില് പ്രത്യേകിച്ച് ഷെയർ ചെയ്യാൻ, ഞാൻ ചെറുപ്പത്തില് എന്റേതായിട്ടുള്ള കുറെ ട്രോമകൾ അനുഭവിച്ച ആളാണ് കേട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് നല്ലോണം ഉണ്ടായിരുന്നു ആളുകളെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കാര്യം പുസ്തകം വായിക്കുക എന്നുള്ളതായിരുന്നു. ചെറുപ്പത്തിൽ ബാലരമയാവട്ടെ, ബാലഭൂമി ആവട്ടെ, കളിക്കുടുക്കയാവട്ടെ, വേണ്ട പത്രത്തിന്റെ ഒരു കട്ടിങ് കിട്ടിയാല് ഞാനത് പോയി വായിച്ചിരിക്കും. കാരണം എനിക്ക് അതൊരു സേഫ് പ്ലേസ് ആയിട്ടായിരുന്നു തോന്നിയിരുന്നത്. ആ സമയത്ത് എന്നെ ആര് വിളിച്ചാലും, എന്റെ ഉമ്മ വിളിച്ചാൽ പോലും ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല. എന്റെ അമ്മ വിളിക്കുന്നുണ്ടാവും, എടാന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ മൂളുന്നുണ്ടാകും. പക്ഷെ ഞാൻ മൂളാണ് എന്നുള്ള ബോധം പോലും എനിക്ക് ഉണ്ടാവില്ല. കാരണം അത് എന്റെ ഒരു സേഫ് പ്ലേസ് ആണ്. ആ വായന എന്നുള്ളത്, ഞാൻ വായിക്കുന്ന സമയത്ത് എൻ്റെർലി ഞാൻ അതിൽ ഫോക്കസ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ നിങ്ങൾ ഒറ്റക്കായിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തിരുന്ന എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ മാത്രമായിരിക്കുന്ന സമയത്ത് സംസാരത്തിലൊരു കുട്ടിയോട് സംസാരിച്ചിട്ട്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്റെ ഉമ്മ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ പോയിട്ട് വായിച്ചിരിക്കും. അപ്പൊ എനിക്ക് കുറെ സമാധാനം കിട്ടും. അപ്പൊ ഞാൻ അപ്പം കുറെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ടാകും. കുട്ടിയോട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറയും. ഞാൻ എന്നോട് അങ്ങനെ ചീത്ത പറയുമ്പോൾ ഈ എന്താ ചെയ്യാറുള്ളത്? ചിലപ്പോൾ ഞാനൊക്കെ എന്നോട് ദേഷ്യപ്പെടാറില്ലേ? അത് നല്ല സങ്കടമായിട്ടുണ്ടാവൂലേ? അപ്പൊ അങ്ങനെ സങ്കടം വന്നാൽ എന്താ ചെയ്യുക? എന്നോട് പറയാത്ത സമയത്ത് എന്താ ചെയ്യലെന്ന് ചിലപ്പോൾ ചോദിച്ചാൽ കുട്ടി നമ്മളോട് തന്നെ പറയും. എന്താണ് ആ സമയത്തുള്ള മൈൻഡ് എന്താണ്. പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇതാക്കി അവന്റെ ഭാഗത്തു നിന്ന് തന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്ത് കളഞ്ഞത് എന്താ, അല്ലെ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ മിസ്റ്റേക്ക് ആണെന്ന് വെച്ചാൽ അവൻ ഒന്നും പറയില്ല. അങ്ങനെ ഒന്ന് അല്ല, സൈലന്റ് ആവും, എന്നിട്ട് പറയും എന്തുകൊണ്ട് അപ്പോഴത്തെ അതായത് എന്തുകൊണ്ട് ചെയ്തു എന്നുള്ളത് ചോദിക്കാനല്ല പറഞ്ഞത്. അതല്ല, വാട്ട് ഡു ഇത് യു ഡു? വേറെ തന്നെ. ഒന്നും ആഹാ. ഇല്ലാത്ത സമയത്താണ് ഈ ആളീ പോയി നിക്കണത്. ഇത് ആ നമ്മൾ എന്തേലൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടാണെങ്കിൽ ചിലപ്പോ സോറി, ഐ വോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിതാവും. എങ്ങാനും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ പൊട്ടിത്തെറിച്ചിനെങ്കിൽ ചിലപ്പോ അങ്ങ് കമന്ന് കിടന്ന് കരയുകയും ചെയ്ത അത് ഇനി കരയുമ്പോ മിണ്ടരുതെന്നൊന്നും പറയില്ല. അത് കരഞ്ഞങ്ങ് തീർന്ന് അത് കഴിഞ്ഞു ഹലാസ്. പിന്നെ അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ മോനെ ഇതിന് വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച ഒന്നുമില്ലല്ലോ. ഇനിയിപ്പോ എത്ര തിരക്കിട്ട പണിയാണെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ അവൻ അത് ചെയ്തിട്ടേ ബാക്കി ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതാണ് ഇങ്ങനെ ആള് തിങ്ക് ചെയ്യാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് മനസ്സിലാവണില്ല. അത് അയാളോട് നേരിട്ട് തന്നെ സംസാരിച്ച് കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടതാണ്. ഞാനല്ല, അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആരാന്ന് വെച്ചാൽ അവർ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കേട്ടിട്ട് അങ്ങ് അത്ര വലിയൊരു സിവിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാര്യങ്ങളായിട്ട് തോന്നുന്നില്ല. ചിലപ്പോൾ അത് അയാളുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിരിക്കും. ഓരോ സിറ്റുവേഷൻസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതിന് ഇപ്പൊ നമുക്കുണ്ടല്ലോ, ചില ആളുകൾ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവെക്കും. അതൊരു സ്ട്രെസ് റിലീഫ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾ അതെ ഇപ്പം അതെ കൈ ഇവിടെ ഇങ്ങനെ ഈ പ്രസ് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യല് അതെ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യാം. അത് സൈക്കോളജിയിൽ പറയുന്ന ഒരു കാര്യമാണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്, പ്രസ് ചെയ്യാന്നുള്ളത്. ബട്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരം തന്നെ, ബോഡി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ബേജാറ് വരുമ്പോഴോ മറ്റേ നമ്മൾ കൈമല് ഈ രൂപത്തിലുള്ള വലികളോ കാര്യങ്ങളോ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിക്ക് അറിയാം ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാകും. അതിനെ കോപ്പപ്പ് ചെയ്യായിരിക്കാം എന്നുള്ളത് ഇവര് പറഞ്ഞതുപോലെ തന്നെ അതൊന്ന് അയാളോട് ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇൻഷാ അല്ലാഹ്. വലിയ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. എനിവേ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ഓക്കെ, എനിവൺ എൽസ്? ഇനി ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ? ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച കുറെ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ബട്ട് ഞാനത് പറയുമ്പോഴേക്കും ഇനിയും ഒരുപാട് നേരമാവും. അപ്പൊ ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അതിലൊരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ എന്റെ സ്റ്റഡീസും അതേപോലെ തന്നെ ഞാൻ മുമ്പ് പരിചയിച്ചറിഞ്ഞ കുറെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിട്ടാണ് സംസാരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുട്ടിക്ക് ഒരു കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ അതിൽ അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളല്ല എന്നുള്ളത് കൂടി എന്റെ കൂട്ടത്തിൽ പറയാൻ കേട്ടോ. അതെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും? യെസ്, ഹലോ, ഹായ്. ഞാൻ എന്റെ മകൾക്ക് ഫോണേ കൊടുത്തിട്ടില്ല ഇതുവരെ ആയിട്ട്. അപ്പം നിങ്ങളെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ഇങ്ങനെ തോന്നുക കൊടുക്കാതായത് മോശമായോ തെറ്റായോ എന്നൊക്കെ. അല്ല, അങ്ങനെയല്ല. മോളിപ്പോ എന്താ ചെയ്യുന്നത്? എത്രാം ക്ലാസ്സിലാണ്? എത്ര വയസ്സായിട്ടുണ്ട്? LKG. ആ, അപ്പൊ ഒന്നും കുഴപ്പമൊന്നുമില്ല. അയാളത് അങ്ങനെ തീരെ കൊടുക്കണ്ട, അതായത് അങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചത് ഒരു പ്രശ്നമാണെന്നല്ല പറഞ്ഞത്. കുട്ടികൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട എന്നുള്ളതാണ്. കുട്ടികൾ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, നല്ല കാര്യം തന്നെയാണ്. ബട്ട് കുട്ടികൾ അതിനു വേണ്ടി നിരന്തരം അവരുടെ മുന്നിൽ നമ്മൾ ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുക, അവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. അത് ചെയ്യരുത്. അവരുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്ന രൂപത്തിലാവണം. അല്ലെങ്കിൽ കുറച്ചു കാലം, ഇപ്പോഴൊക്കെ ഈ ഒരു പ്രായത്തിൽ തന്നെ അത് അവോയ്ഡ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു മോശം കാര്യമൊന്നുമല്ല കേട്ടോ. അങ്ങനെ ഒരു പേടി വേണ്ട. ഓക്കെ. അപ്പൊ എത്ര ഏജ് മുതലാണ് ഇവർക്ക് ഫോൺ നമ്മൾ കൊടുക്കേണ്ടത്? എത്ര ഏജ് മുതലാണോ അവരത് ചോദിച്ചു തുടങ്ങുന്നത്, ആ ഏജ് മുതൽ നമുക്കൊരു റെസ്ട്രിക്ഷൻസോട് കൂടി കൊടുക്കാം. ഏത് ഏജ് മുതൽ കൊടുക്കുകയാണെങ്കിലും അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം എന്നർത്ഥം. അവർക്ക് സ്വന്തമായിട്ട് അത് യൂസ് ചെയ്യാവുന്ന ഒരു പ്രായം വരെ. ഞാൻ എപ്പോഴും എന്റെ കുട്ടികളുടെ പാരന്റ്സിനോട് ഞാൻ പറയാറുണ്ട്, കുട്ടികൾക്ക് നിങ്ങൾ ഫോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് നിങ്ങൾ കാണുന്ന ഇടത്ത് വെച്ച് അത് ഉപയോഗിക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് എന്തിനാണ് സ്വന്തമായിട്ട് അവരുടെ റൂമിൽ മൊബൈൽ കൊണ്ട് കിടക്കുന്നത്? എന്തിനാണ്? അത് വേണ്ട. അവര് ഇനിയിപ്പോ അപ്സ്റ്റെയറുള്ള വീടാണെങ്കിൽ കുട്ടികൾ ഫോണും കൊണ്ട് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കണം. കാരണം ഫോണിന്റെ ഉപയോഗം എന്നുള്ളത് നമ്മുടെ മക്കളെ ഭയങ്കര വിശ്വാസമായിരിക്കും. അവിടെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊബൈലിലൂടെ ഒരു കുഞ്ഞ് മൊബൈലുമായിട്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി മൊബൈലുമായിട്ട് വാതിലടക്കുന്ന നേരത്ത് ഒരു വാതിൽ അവൻ അടക്കുമ്പോൾ 1000 വാതിലുകൾ അവന്റെ മുന്നിൽ തുറക്കപ്പെടുന്നുണ്ട്. ഏത് ലോകത്തേക്കും അവന് കയറി ചെല്ലാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ പോലും ഞാൻ എന്റെ 10ാം ക്ലാസ്സും പ്ലസ് 2 ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട്, പ്ലസ് 1ലും പ്ലസ് 2ലും പഠിപ്പിക്കുന്ന കുട്ടികളോട് ഒരിക്കൽ അഫയറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച എങ്ങനെ ചെയ്തപ്പോ, പെൺകുട്ടികളിൽ അഫയർ ഇല്ലാത്ത ആളുകൾ 13 പെൺകുട്ടികളുണ്ട്. 13 പെൺകുട്ടികളിലും അഫയർ ഇല്ലാത്ത ഒരാൾ പോലും ഇല്ല. ഞാൻ ചോദിച്ചത് ആരെങ്കിലും വീട്ടിൽ അറിയോ? ആർക്കും വീട്ടിൽ അറിയൂല. എങ്ങനെയാണ് ഈ റിലേഷൻ ഒക്കെ വന്നിട്ടുള്ളത്? എന്റെ ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ അതേപോലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവര് നേരിട്ട് കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകളോടാണ് അവർക്ക് റിലേഷൻ ഉള്ളത്. പറഞ്ഞു വന്നത് ഇത്രയാണ്, ഏത് പ്രായത്തിൽ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതൊരു നിശ്ചിത ടൈം ലൈൻ, അത് നമ്മുടെ മുന്നിൽ വെച്ചിട്ടാവണം, നമുക്ക് നോക്കിയാൽ കാണുന്നിടത്താവണം. നമ്മുടെ കാഴ്ചയിൽ ഇല്ലാത്തൊരു സ്ഥലത്ത് അത് ഉണ്ടാവരുത്. അവര് സ്വന്തമായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ പ്രായവും പക്വതയും എത്തിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ അതിങ്ങനെ നിയന്ത്രിക്കാൻ പാടില്ല. പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അപ്പൊ ഏത് പ്രായം മുതലെന്ന് ചോദിച്ചാൽ എനിക്കത് കൃത്യമായിട്ട് പറയാൻ എനിക്ക് അറിയൂല കേട്ടോ. അങ്ങനെ പ്രായം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. ചിലപ്പോൾ തെറ്റുണ്ടാവാം. ആർക്കെങ്കിലും തിരുത്താൻ അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് തിരുത്തുകയും ചെയ്യാം കേട്ടോ. സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പം LKG പഠിക്കുമ്പോ ഇപ്പൊ ചോദിക്കലുണ്ട്, ഫോൺ തരുമ്മ കുറച്ചേരം കാണട്ടെ എന്നൊക്കെ ചോദിക്കും. എന്റെ ഫ്രണ്ട്സുകളൊക്കെ കാണലുണ്ട്. സ്കൂളിൽ TV ഉണ്ട്, ടീച്ചറ് TVയില് കാർട്ടൂൺ ഒക്കെ ഇട്ട് കൊടുക്കലുണ്ട് എന്നൊക്കെ പറയും. അത് കുറച്ചേരം കാണട്ടെ എന്നൊക്കെ. അത് കാണിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബട്ട് അതും നമ്മളീ പറഞ്ഞതുപോലെ കുട്ടിക്ക് തോന്നണം, ഇത് എന്റെ കൺട്രോളിലല്ല, എന്റെ ഉമ്മാന്റെ കൺട്രോളിലാണ് എന്നുള്ള ബോധത്തോടു കൂടി കാണിച്ചു കൊടുക്കാം. കുട്ടിയുടെ മുന്നേ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാറുണ്ടോ? കുറവാണ്. എന്നാലും രാത്രിയൊക്കെ ഹസ്ബൻഡ് വിളിക്കുമ്പോള് കോൾ ചെയ്യാൻ അങ്ങനെയൊക്കെ, അല്ല വീഡിയോസ് ഒന്നും കാണലില്ല മോളെ മുന്നിൽ. ഓക്കെ. അപ്പം പിന്നെ അങ്ങനെ നിങ്ങൾ കൊടുത്തോളണം നിർബന്ധമൊന്നുമില്ല. കാരണം കുട്ടിക്ക് അറിയാലോ, ഇനി ഏത് പ്രായം മുതൽ അവർക്ക് ഈ വീഡിയോ കാണാത്തതിൽ മൊബൈൽ ഉപയോഗിക്കാത്തതിൽ കുറവാണ് എന്ന് തോന്നാവുന്ന ഒരു പ്രായം വരാം. അപ്പൊ ആ സമയത്തെങ്കിലും അവർക്ക് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നെങ്കിലും അവർക്ക് അറിയണം. ഓക്കെ. കുട്ടിക്കൊരു ഫോൺ വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാലും ഒരു കുട്ടി എല്ലാ സമയത്തും കുട്ടി സേഫ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ മക്കളൊക്കെ സേഫ് ആവട്ടെ എപ്പോഴും.
ബുദ്ധിമുട്ടുകളൊന്നും ഉം. വരാതിരിക്കട്ടെ. ഇൻ കേസ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ മാത്രമാവുകയും കുട്ടി മാത്രമാവുകയും ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ എങ്കിലും കുട്ടിക്ക് വേണ്ടേ. അത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാ. കുറെ കാര്യങ്ങൾ, സമയം ഒരുപാടായി, 9:45. ഇനി ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ മറുപടി തൃപ്തിയായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂല കേട്ടോ. കൺഫ്യൂഷൻ ആയോ? ഇല്ല ഇല്ല. ഓക്കെ, ശരി, താങ്ക് യു. താങ്ക് യു. സംശയം. യെസ്. സാർ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ മക്കള് വാശി പിടിച്ച് കരയുന്ന സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്താലാണ് പിന്നെ പ്രശ്നം വരുന്നതെന്ന്. അപ്പൊ ഇൻ കേസ് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എന്ത് രീതിയാണ് അവിടെ പ്രയോഗിക്കേണ്ടത്? ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം, കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ നിരന്തരം കുട്ടികൾക്ക് അത് കിട്ടുന്നുണ്ടെങ്കിൽ കുട്ടി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ മകനുമായിട്ട്, ഞാനും എൻ്റെ വൈഫും എൻ്റെ മകനും കൂടി ഒരിക്കൽ കടയിലേക്ക് പോയി. കടയിലേക്ക് പോയ സമയത്ത് കടയിൽ വെച്ച് കുട്ടി ലേസ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. എൻ്റെ മോനെ ലേസ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ, ലേസോ അല്ലെങ്കിൽ ജെല്ലിയോ എന്തോന്ന് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് വാങ്ങി തരൂല, വേറെ എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞോ എന്ന് പറഞ്ഞു. ഓൻ പറഞ്ഞു അതന്നെ വേണം. അതന്നെ വേണമെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, കരയാൻ തുടങ്ങി. കരഞ്ഞു എന്ന് മാത്രമല്ല, ആർത്ത് കരയാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും നാട്ടിലുള്ള ആളുകളാണ്, ചുറ്റുള്ള ആളുകളൊക്കെ. അപ്പൊ കടക്കാരൻ വന്നിട്ട് പറഞ്ഞു കയ്യിൽ പൈസ ഇല്ലായിട്ടാണ്, ഈ കുഴപ്പമില്ല, ഞാൻ പിന്നെ തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വളരെ മാന്യമായിട്ട് അയാളോട് പറഞ്ഞു, ഇല്ല പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അതിപ്പം കൊടുക്കണ്ട. ഓൻ കരഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടാളും പുറത്തിറങ്ങിയ സമയത്ത് അവിടെ നിലത്തിരുന്നു. ഇരുന്നിട്ട് ആർക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അത് വാങ്ങിത്തരൂല, എനിക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിത്തരാം, അത് വാങ്ങിത്തരൂല കേട്ടോ. വീണ്ടും എഗെയിൻ ആളുകൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എന്റെ കൂടെയുള്ള വൈഫും പറയുന്നുണ്ട് അത് വാങ്ങിക്കൊടുത്താളി എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം എത്തിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വാശിയാവും, മാറും എന്നുള്ളത് അവൾക്കും കൂടി മനസ്സിലായപ്പോൾ അവള് പറഞ്ഞു കുഴപ്പമില്ല എന്നും പറഞ്ഞു. പതിയെ 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 ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ട്. ഓൻ പിന്നെയും കരയുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ബൈക്കിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടാളും പോവാണ് കേട്ടോ എന്ന് പറഞ്ഞു. ബൈക്കിൽ കയറി സ്റ്റാർട്ട് ആക്കിയപ്പോൾ മോന് ആർത്തുകൊണ്ട് അടുത്തേക്ക് വന്നു. ഞാൻ ചെയ്ത് ശരിയാണെന്നല്ല കേട്ടോ പറയുന്നത്, അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടെ ഇതിന്റെ കൂടെ പറയണല്ലോ. അന്ന് ഞാനിത് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ആർത്ത് കരഞ്ഞു. ഞാൻ അവനെ ബൈക്കിലേക്ക് എടുത്തു വെച്ചു. ഓനത് എന്തായാലും കിട്ടൂല എന്ന് ഉറപ്പായി. വീട്ടിലേക്ക് പോന്നു. വീട്ടിലെത്തിയപ്പോഴും അവിടുന്ന് ആർത്ത് കരയാണ്. ഉമ്മ പറഞ്ഞു എന്താ അത് വാങ്ങിക്കൊടുത്തുകൂടെയിരുന്നോ? ഞാൻ പറഞ്ഞു അപ്പൊ വാങ്ങിക്കൊടുത്താ പിന്നെ അത് വാശിയാവും, അത് ശീലാവും. ആൻഡ് അത് കഴിഞ്ഞു. പിറ്റേ ദിവസം എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ, ഞാൻ സാധാരണ ഷോപ്പിൽ പോകുന്ന സമയത്ത് അവനെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ എന്തോ ഒരു കാര്യം ചെയ്തപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ ഈ അത് ചെയ്യരുത്, ഇനിയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കടയിൽ പോകുമ്പോൾ എന്നെ കൊണ്ടുപോകില്ല കേട്ടോ എന്ന് പറഞ്ഞു. അവൻ അന്ന് എന്തോ 2 വയസ്സോ 2.5 വയസ്സോ എന്തോ ഉള്ളൂ കേട്ടോ, കുറഞ്ഞ പ്രായമുള്ളൂ. എന്താ കറക്റ്റ് ഏജ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. അത് പറഞ്ഞു എന്ന് മാത്രമല്ല, അവൻ ആ കാര്യം വീണ്ടും ചെയ്തു. ഞാൻ അവന്റെ മുന്നിൽ തന്നെ ഡ്രസ്സ് മാറ്റി ബൈക്കിന്റെ ചാവി എടുത്ത് വൈഫിനോട് പറഞ്ഞു ഞാൻ ഒന്ന് അങ്ങാടി പോയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. ഉമ്മാനോടും പറഞ്ഞു. അപ്പോ പിന്നാലെ വന്നു. പിറകെ വന്നപ്പോ ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോകില്ല, ഞാൻ പറഞ്ഞതല്ലേ അത് ചെയ്താൽ ഞാൻ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞതല്ലേ, ഞാൻ കൊണ്ടുപോകില്ല എന്നും പറഞ്ഞു. ഞാൻ ബൈക്കിൽ കയറി കടയിൽ പോയി തിരിച്ചു വന്നപ്പോ എന്റെ കയ്യിൽ മിഠായി ഉണ്ടായിരുന്നു. വേണോന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. ഞാനത് അവിടെ എടുത്തു വെച്ചു. ആൻഡ് ഇതേ സാഹചര്യത്തിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. അതായത് ഞാൻ കടയിൽ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു അപ്പൊ മിഠായി കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരില്ല കേട്ടോ എന്നും പറഞ്ഞു. ഞാൻ കടയിൽ പോയി തിരിച്ചു വന്നു. എന്റെ കയ്യിൽ മിഠായി ഇല്ല. ഓൻ കണ്ട് കരഞ്ഞു, ആർത്ത് കരഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ മിഠായി വാങ്ങൂല എന്ന് ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഞാൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചാല്, നിങ്ങളൊരു കുട്ടിയോട് കൊടുക്കൂല എന്നുള്ള തീരുമാനമാണ് എന്നുണ്ടെങ്കിൽ ഭൂമി കുലുങ്ങിയാലും ശരി ആ തീരുമാനത്തിൽ നിങ്ങൾ മാറാൻ പാടില്ല. നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാറുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂല എന്ന് പറയാനും പാടില്ല. കുട്ടിക്ക് മനസ്സിലാവണം ഇയാള് യെസ് പറഞ്ഞാൽ അത് യെസ് ആണ് എന്നും നോ പറഞ്ഞാൽ നോ ആണ് എന്നും കുട്ടിക്ക് മനസ്സിലാവണം. നമ്മുടെ കുട്ടികൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ കിട്ടാതിരിക്കുമ്പോഴോ അവര് വേഗം ഗ്രാൻഡ് പാരന്റ്സിന്റെ അഭയം തേടും. ഗ്രാൻഡ് പാരന്റ്സ് ഇടപെട്ടിട്ട് അത് വാങ്ങിക്കൊടുക്കും എന്നുള്ളൊരു ഘട്ടം ഉണ്ടെങ്കിൽ ആദ്യം അവരോട് പോയി പറയണം കുട്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് കൊടുക്കരുത് കേട്ടോ, കാരണം പിന്നെ അവനത് വാശിയായിട്ട് മാറുന്നു. മാന്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അല്ലെങ്കിൽ
കുട്ടി വീണ്ടും ഉമ്മയുടെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ അതിന് പകരമായിട്ട് കുട്ടിക്ക് നമ്മുടെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന എന്തെങ്കിലും ഒരു ആനുകൂല്യം നമുക്ക് കട്ട് ചെയ്യണം. ഇനി ഈ കാര്യത്തിന് എന്റെ അടുത്ത് നിന്ന് കിട്ടാത്തതിന്റെ പേരിൽ അവരുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ ഈ കാര്യം ഞാൻ ചെയ്തു തരൂല കേട്ടോ എന്ന് വെച്ചാൽ, കുട്ടി കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിൽ നമ്മൾ വാലിഡേറ്റ് ചെയ്യണം, കുട്ടിയുടെ കൂടെ ഇരിക്കണം. നമ്മൾ കരയുന്ന നേരത്ത് കുട്ടികളെ കണ്ടിട്ടില്ലേ? നിങ്ങളെ കുട്ടിയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു നോക്കി. നമ്മൾ കരയുമ്പോൾ കുട്ടികൾ നമ്മളെ കൂടെ ഇരിക്കും. എന്താ അമ്മ, എന്താ പ്രശ്നം, എന്തിനാ കരയണത്, എന്താ പറ്റിയത്? കുട്ടികൾ നിരന്തരം നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. കുട്ടിക്ക് അറിയാം നമുക്കിപ്പോ ആരെയോ ആവശ്യമുണ്ട് എന്നുള്ളത്. ആ ആവശ്യം കുട്ടിക്കും ഉണ്ടാവും. കുട്ടി കരയുന്ന നേരത്ത് കുട്ടി നമ്മളെ ദേഷ്യം പറയുന്നുണ്ടാവാം, ചവിട്ടുന്നുണ്ടാവാം, ഇടിക്കുന്നുണ്ടാവാം. പക്ഷെ കുട്ടിയുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. സംഭവമൊക്കെ ശരിയാണ്, എന്റെ വാശി ഞാൻ കാണുന്നുണ്ട്, എന്റെ കരച്ചിലെ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അതിൽ നല്ല സങ്കടമുണ്ട്, പക്ഷെ ആ കാര്യം ഞാൻ ചെയ്തു തരില്ല. കുട്ടിയുടെ ഇമോഷൻസ് നമ്മൾ വാലിഡേറ്റ് ചെയ്തു, അതോടൊപ്പം അവന്റെ വാശിയെ നമ്മൾ എന്ത് ചെയ്തു, ഒതുക്കുകയും ചെയ്തു. ഈ രൂപത്തിൽ നമ്മൾ ഒരു 3, 4, 5 തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും ഇതെങ്ങനെയാണ്. ഇപ്പൊ എന്റെ മോനോട് ഞാൻ പറയാണ്, കടയിൽ പോകുന്ന സമയത്ത് 5 വയസ്സേ അവനായിട്ടുള്ളൂ. എന്റെ കൂടെ കടയിലേക്ക് പോരുമ്പോൾ ഞാൻ അവനോട് പറയും മിഠായി വാങ്ങി തരൂല കേട്ടോ എന്ന് പറഞ്ഞാൽ അവനക്ക് അറിയാം ഞാൻ മിഠായി വാങ്ങി തരൂല. അപ്പൊ ചിലപ്പോൾ എന്റെ കൂടെ ഒരു ബൈക്കിൽ കയറുമ്പോൾ തന്നെ അവൻ പറയും അപ്പൊ എനിക്ക് മിഠായി വേണ്ട കേട്ടോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും കുഴപ്പമില്ല, ഞാൻ മിഠായി വാങ്ങി തരട്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. ഇനി ഒരു കടയിൽ പോയി അവർക്ക് ലേസ് വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ലേസ് വാങ്ങി തരില്ല, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ എനിക്ക് ജെംസ് മതി, ജെംസ് ഞാൻ വാങ്ങി തരില്ല, വേറെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞോന്ന് പറഞ്ഞാൽ അടുത്തത് പറയും. കാരണം അവൻ അറിയാം ഞാനൊരു സാധനം വാങ്ങി തരൂല എന്ന് പറഞ്ഞാൽ വാങ്ങി തരൂല. ആ വാക്ക് കീപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാലത്തോളം കുട്ടികളുടെ വാശി പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റും. അതിനർത്ഥം കുട്ടി വാശി പിടിച്ച് കരയുമ്പോഴേക്കും അജി അവിടെ ഇരുന്ന് കരഞ്ഞുകൂടി, ഞാൻ അല്ലേ അജി എന്താ വെച്ചാൽ കാട്ടിക്കൂടെന്ന് പറഞ്ഞ് കുട്ടിയുടെ അടുക്കൽ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യരുത്. അത് അയാളെ ഇമോഷണലി ബ്രേക്ക് ചെയ്യുന്ന കാര്യമാണ്. അയാൾക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം അയാളുടെ ആ നീഡ് ഇപ്പൊ ഞാൻ നടത്തി തരൂല, പിന്നീട് സന്ദർഭത്തിൽ മാന്യമായി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നേക്കാം എന്നൊരു ബോധം കുട്ടിക്ക് വരുത്തുകയും ചെയ്യണം. നിങ്ങൾക്കുള്ള മറുപടിയിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ. ഞാനൊരു കാര്യം ഓക്കെ. കൂടി ഷെയർ ചെയ്തോട്ടെ. ഡൗട്ട് അല്ല, സമയം ഒരുപാടായി. എന്നാലും ഒരു കാര്യം, അതിലാരോ ഒന്ന് പറഞ്ഞ് ADHDന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, മോൻ ADHD. ഞാൻ എന്റെ മോനെ കുറിച്ച് പറയാനാണേ. ഞാൻ അവനും വിചാരിച്ചു ADHDയിൽ ആണെന്ന് വിചാരിച്ചു. ഭയങ്കര ഹൈപ്പർ ആണ് ആള്. അപ്പോ ഞാൻ ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു കുറെ കാര്യങ്ങള് മോന്റെ ആ ഒരു ഇത് കണ്ടപ്പോ അല്ലാതെ പേടിയായി വെച്ചാല് അങ്ങനെയല്ല, എന്തോ ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ പോലെ തോന്നി. അപ്പോ പക്ഷെ ഇവന് എഴുതാനും വായിക്കാനും ഇപ്പൊ 3rd സ്റ്റാൻഡേർഡിലാണ്. അവനെല്ലാം ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷെ സ്കൂൾ പോകാൻ മടിയാണ്. അങ്ങനെ പല കാര്യങ്ങള്, പിന്നെ ടീച്ചേഴ്സിന് ഇഷ്ടമല്ല, അങ്ങനെ വീട്ടിൽ വന്ന് പറയാൻ തുടങ്ങി. പിന്നെ സ്കൂൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത് എന്തായിരിക്കും ഇവന് കാരണം എന്ന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇവന് ADHD ആണെന്ന് വിചാരിച്ചു. അപ്പോ നോക്കിയപ്പോ ഇവന് അക്ഷരങ്ങൾ കൃത്യമായിട്ട് അറിയാം, ചിഹ്നങ്ങൾ അറിയാം, വായിക്കുന്നുണ്ട്, കൂട്ടി എഴുതുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോ ആ ഒരു ഭാഗമാണ് ADHDയിലേക്ക് വരുന്നില്ലല്ലോ, ഇപ്പൊ എന്തോ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഇവന് ഒരുപാട് കുട്ടികളുള്ള സ്കൂളാണ്. അപ്പോ ഇവൻ പറയുന്നത് അങ്ങോട്ട് ടീച്ചേഴ്സ് അംഗീകരിക്കുക, അതായത് കുറച്ച് ഇവനേക്കാൾ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരെ മാത്രം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവന് അവരെ ടീച്ചർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സിലെ മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള കുട്ടികളെ ലീഡേഴ്സ് ആക്കുന്നുണ്ട്. അപ്പൊ ഇവൻ അതിന് പറ്റുന്നില്ല. അപ്പൊ ഇവന്റെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുക, ഇവൻ ആരോ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവന്റെ ഇമോഷൻസ് കാണിക്കുകയാണ്. അപ്പൊ ടീച്ചേഴ്സ് പരാതി പറയാൻ തുടങ്ങി എന്നോട്, പിന്നെ മോൻ അടങ്ങിയിരിക്കുന്നില്ല, അവൻ ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താ അതിനൊരു പ്രതിവിധി എന്ന് ഇങ്ങനെ ആലോചിച്ച് എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. ഇവന് മൂത്ത ആളെ കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ ഓക്കെയാണ്. ഇപ്പൊ ഇവൻ ഇങ്ങനെ ആയി എന്തായിരിക്കും അവന്റെ കൈയക്ഷരം, എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ അവന് ഒരു ഇതുണ്ട് താനും. അങ്ങനെ ഇവന്റെ കൈയക്ഷരമൊക്കെ വളരെ മോശമാണ്. ഞാൻ ശ്രമിച്ചിട്ട് അത് മാറ്റാനും പറ്റുന്നില്ല. അങ്ങനെ ഇവനൊരിക്കൽ എന്നോട് പറഞ്ഞു ഒറ്റ ടീച്ചേഴ്സിനെ ഇഷ്ടമല്ല. അങ്ങനെ ഇവനെ ഇടയ്ക്കൊക്കെ ഒരു ഡയറി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. അപ്പൊ വെറുതെ ഞാൻ എടുത്തു നോക്കിയ സമയത്ത് അക്ഷരത്തെറ്റ് ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ പഠിച്ച് വലിയ ആളായ ഞാനൊരു സ്കൂൾ തുടങ്ങും, എന്നിട്ട് ആ സ്കൂളിൽ ഒറ്റ ടീച്ചേഴ്സിനെ എടുക്കൂല, ഒക്കെ സാറുമാരായിരിക്കും. അപ്പൊ ഞാൻ വായിച്ചപ്പോ എനിക്ക് എന്തോ തോന്നിയപ്പോ ഞാൻ അവനോട് ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചേഴ്സിനൊന്നും അവന് ഇഷ്ടമല്ല, എല്ലാരും വെറുതെ തല്ലും, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാല് ഈ സ്കൂളിന്റെ പ്രശ്നമോ ടീച്ചേഴ്സിന്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആക്കി ഞാൻ ജസ്റ്റ് ഈ വർഷം അവൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് മാറ്റി വേറൊരു സ്കൂളിലോട്ടാക്കി. ഇപ്പൊ അവൻ അവിടെ ഹാപ്പിയാണ്. ഹാപ്പി എന്ന് വെച്ചാല് സ്കൂൾ പോവാന്
അവിടെ സ്കൂളിലോട്ട് പഠിക്കുക എന്നതിനേക്കാൾ അവൻ അവിടെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അൽഹംദുലില്ലാ, എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ADHD എന്ന് പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ വന്നത്. ഞാനും മോൻ അങ്ങനെയാണെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ADHD അല്ല അവൻ. പക്ഷെ അവന് ആള് ഹൈപ്പറാണ്, പക്ഷെ ADHDയിലേക്ക് വരൂലെന്ന് ഞാൻ പറയാൻ ആ ഒരു കാര്യം ഷെയർ ചെയ്തതാണ്. പാരന്റ്സ് ചിലപ്പോൾ നമ്മള് ADHD ആണെന്ന് വിചാരിച്ചാലും ഒരു പക്ഷെ അതിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല ആള്. നമ്മളെ അല്ല, മക്കളെ ഏജിനനുസരിച്ച് നേരത്തെ പറഞ്ഞത് അവര് സൈക്കോളജിസ്റ്റിനെ കണ്ട് ആ രൂപത്തില് സൈക്കോളജിസ്റ്റ് പറഞ്ഞ കാര്യമാണ് അവര് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിന്റെ കൂടുതലൊന്ന് പറഞ്ഞതാണ് ഓക്കെ. അവരങ്ങനെ. ഞാൻ യെസ്, അങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ഹൈപ്പറായിട്ട് കാണുമ്പോൾ തന്നെ രക്ഷിതാക്കൾ അത് ADHD ആണെന്ന് വിചാരിക്കണം. അത് നല്ലൊരു മെസ്സേജ് ആണ് കേട്ടോ നിങ്ങൾ ആ പറഞ്ഞത്. വെരി ഗുഡ്, താങ്ക് യു. അത് വളരെ നല്ലൊരു മെസ്സേജ് ആണ്. കാരണം കുട്ടി ഇങ്ങനെ ഹൈപ്പറായിട്ട് പെരുമാറുമ്പോൾ തന്നെ ഇത് ADHD ആണ് എന്ന് മനസ്സിലാക്കുക. നമ്മൾ സ്വയം ഒരു കൺക്ലൂഷനിൽ എത്തരുത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നിലുള്ള റീസൺസ് കൃത്യമായിട്ട് നമ്മൾ അന്വേഷിക്കണം. ഓക്കെ, താങ്ക് യു നിസ്മ മാം, താങ്ക് യു, വെരി ഗുഡ്. നമ്മൾ ഏതായാലും ഒരുപാട് സമയമായിട്ടുണ്ട്. ഞാൻ എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഞാൻ അതുകൂടി ഒന്ന് എന്തൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് അറിയണമല്ലോ. അതായത് കുട്ടികൾ സാധാരണ കണ്ടുവരാറുള്ള വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, സഹോദരങ്ങളോട് അസൂയ ഉണ്ടാവാം, പരസ്പരം സിബ്ലിങ്സ് തമ്മിലുള്ള അസൂയ ഉണ്ടാകും, അടിപിടി അല്ലെങ്കിൽ ഉപദ്രവം അതിനുള്ളൊരു കാരണം ഉണ്ടാകും, എന്ത് കാര്യം ചെയ്യാനും പേടിയുള്ള അവസരം ഉണ്ടാകും, പിന്നെ എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്ന കാര്യങ്ങൾ ഉണ്ടാകും, അതിന് ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാകും, സ്കൂളിൽ പോകാനുള്ള മടി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും അവസാനമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യുന്നില്ല കേട്ടോ. പറ്റുമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും എല്ലാ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ട 5 ഗോൾഡൻ റൂൾസ് ഉണ്ട്. ഒന്ന്, കുട്ടികളുടെ പെരുമാറ്റം മാത്രം കാണരുത്. ആ പെരുമാറ്റത്തിന് പിന്നിലുള്ള ഒരു റീസൺ ഉണ്ടാകും, ഒരു കാരണം ഉണ്ടാകും. ആ റീസൺ എന്താണ്, അതിന്റെ പിന്നിലുള്ള ഇമോഷൻ എന്താണ് എന്നുള്ള, അവന്റെ ആവശ്യം എന്താണെന്ന് കൂടി കാണുക. അയാളുടെ പെരുമാറ്റത്തെ കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിക്കരുത്, അതിന്റെ പിന്നിലുള്ള റീസണും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമതായി, കുട്ടിയുടെ ഇമോഷൻസിനെ അംഗീകരിക്കുക, റെസ്പെക്ട് ചെയ്യുക. തെറ്റായ പെരുമാറ്റത്തിന് ഒരു പരിധി നിശ്ചയിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. സംഭവിച്ച് കരയുന്നുണ്ടാവാം, പക്ഷെ കരയുന്ന സമയത്താണെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് കേട്ടോ. കുട്ടിക്ക് പരിധി നിശ്ചയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, കണക്ട് ബിഫോർ കറക്റ്റ്. നിങ്ങൾ അവരെ തിരുത്തുന്നതിന് മുമ്പ് ആദ്യം അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ആൻഡ് നാലാമതൊന്ന്, സ്വയം മാതൃകയാവുക. കുട്ടികൾ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ അവരുടെ ജീവിതത്തിൽ പകർത്തുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്വയം ഒരു മാതൃകയാവുക എന്നുള്ളതാണ്. ആൻഡ് അഞ്ചാമതായി, ഒരു തെറ്റ് കുട്ടി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കുട്ടി ഒരു മോശം കുട്ടിയാണ് എന്നല്ല, മറിച്ച് അയാളുടെ ഉള്ളിൽ നിറവേറ്റപ്പെടാത്ത എന്തോ ഒരു ആവശ്യമുണ്ട്, അയാളുടെ ചെറുപ്രായത്തിൽ അയാൾക്ക് കിട്ടേണ്ട എന്തോ ഒരു കാര്യം അയാൾക്ക് കിട്ടാത്തതുണ്ട് എന്നതാണ് അതിന്റെ പിന്നിലെ റീസൺ എന്ന് മനസ്സിലാക്കുക. ആ രൂപത്തിൽ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ മക്കളൊക്കെ ഏറ്റവും നല്ല മക്കളായി തീരും. നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ മക്കളൊക്കെ ആഗ്രഹിച്ച രൂപത്തിൽ അവരെ കാണാനും അവരെ വളർത്താനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇനി ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയിക്കാനുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാൻ ഇപ്പൊ അഡ്മിനുള്ളിൽ ആക്കിയിട്ടുണ്ട്. ബട്ട് ഞാനത് എല്ലാവർക്കും മെസ്സേജ് അയക്കാവുന്ന രൂപത്തിലാക്കുക. പറ്റുമെങ്കിൽ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുമ്പോൾ മറ്റുള്ള രക്ഷിതാക്കൾക്ക് കൂടി ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള പ്രചോദനമാവുകയും ചെയ്യും. ഒരു കുടുംബത്തിലും കൂടി ഒരു നല്ല ഒരു ശീലങ്ങൾ, ചിലപ്പം ഒരു ഉപകാരമെങ്കിലും നമ്മുടെ വാക്കുകൊണ്ട് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്. മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ ക്ലാസ്സുകൾക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് പരമാവധി നിങ്ങളുടെ പരിചയമുള്ള ഗ്രൂപ്പുകളിലേക്ക്, നിങ്ങൾക്കറിയാം ഇന്ന് പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം. സൗജന്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ ആഴ്ചയും കൊടുക്കുന്നത്. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ എഴുതിയിട്ടോ വോയിസ് ആയിട്ട് ഗ്രൂപ്പിൽ അറിയിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ക്ലാസ്സിനുള്ള ഒരു ഫീ എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെയെങ്കിലും നിങ്ങൾ ആ ഒരു സഹായം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാകും. എന്തായാലും കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. 1.5 മണിക്കൂറായി നമ്മൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ സർ? യെസ്, നമ്മൾ പാരന്റിങ് തുടങ്ങേണ്ടത് ഏത് പ്രായത്തിലാണ്? പാരന്റിങ് തുടങ്ങേണ്ടത് ഞാൻ കഴിഞ്ഞ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പെണ്ണാണാൻ പോകുമ്പോൾ മുതൽ പാരന്റിങ് തുടങ്ങും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. കാരണം നമ്മളെ
വയറ്റിലുള്ള സമയത്ത് പോലും ഉള്ള തോട്ടുകൾ പോലും നമ്മുടെ കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ ഒരു ആണ് പെണ്ണാണാൻ വരുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2 കുട്ടി മതി, നമ്മളെ സംബന്ധിച്ചോളം എനിക്ക് 3 കുട്ടികൾ വേണം എന്നുള്ള ചിന്തയിലാണെങ്കിൽ അവിടെ മുതൽ തന്നെ പാരന്റ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ടല്ലോ. അപ്പൊ 2 കുട്ടികൾ കഴിഞ്ഞ് മൂന്നാമത്തെ ഒരു കുട്ടിയാകുമ്പോൾ ഒരാൾക്ക് പ്രശ്നമാകും, ഒരാൾക്ക് ഓക്കെ ആകും. അപ്പൊ അവിടെ മുതൽ തന്നെ ശരിക്കും പാരന്റിങ് തുടങ്ങുന്നുണ്ട്. കുഞ്ഞൊരു നമ്മള് ഭാര്യ ഭർത്ത് സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്തുള്ള തോട്ടുകൾ, ആ സമയത്തുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, കല്യാണം കഴിക്കുന്ന സമയത്തുള്ള മൊമെന്റുകൾ, ഇതൊക്കെ പാരന്റിങ്ങിന്റെ വലിയൊരു ഭാഗമാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ള കാര്യങ്ങളാണ്. പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇൻഷാല്ല സമയം കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനായിട്ട് മാത്രമായിട്ട് നമ്മളൊരു സെഷൻ വെക്കുന്നുണ്ട്. ഈ പാരന്റിങ്ങിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളും ഇതല്ലാത്ത കാര്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മളൊരു സെഷൻ വെക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കുകയും ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻഷാല്ല വൈകാതെ ഗ്രൂപ്പിലൂടെ അറിയിക്കും കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടില്ലല്ലോ, പെണ്ണാണാൻ വരുമ്പോഴുള്ള കാര്യങ്ങളൊന്നും. ഇല്ല. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഇൻഷാല്ല അത്രമാത്രം. ബാക്കിയുള്ളതൊക്കെ ഹലോ, ഇൻഷാല്ല. യെസ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഓ ഷുവർ. ആം, ഇതിപ്പോ കുട്ടികള് ലൈസ് വാങ്ങാൻ വാശി പിടിച്ചു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആ നമ്മള് തീർത്തും കൊടുത്തില്ല, അങ്ങനെ നിന്നു എന്ന് പറഞ്ഞല്ലോ. അവര് ആ ചിലപ്പോ ഐസ്ക്രീം, ലേസ് പോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോ ചോദിക്കുക. ഉം, ഉം. അപ്പൊ അത് തീർത്തും കിട്ടില്ല എന്ന് വരുമ്പോ അത് ഒരു ട്രോമയായിട്ട് പിന്നീട് വലുതാകുമ്പോ അങ്ങനെ വരുമോ? നമ്മളെ വാശി ഇല്ലാതിരിക്കാൻ വേണ്ടി നല്ലതിന് വേണ്ടി ചെയ്തു. ഇപ്പൊ ഉം, ഉം, നമ്മളാണെങ്കിലും നന്നായി ആഗ്രഹിച്ചിട്ട് കൂടെ പോകുമ്പോ ഉം. ഹസ്ബൻഡ് അത് വാങ്ങിച്ചു തരുന്നില്ലെങ്കിൽ നമുക്കൊരു ട്രോമ വരുമല്ലോ. ഓഫ് കോഴ്സ്. അതേപോലെ ഞാൻ അല്ല, പറയുന്നതല്ല. നല്ലതിനായിരിക്കും യെസ്. നല്ലതിനായിരിക്കെങ്കിലും എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം നമുക്ക് വരും. അത് ഉള്ളിൽ തീർച്ചയായും. കിടക്കുകയും ചെയ്യില്ലേ? യെസ്, ആ ഞാൻ പറഞ്ഞത് കുട്ടി എന്തിനു വേണ്ടിയിട്ടാണോ വാശി പിടിച്ച് കരയുന്നത് ആ സമയത്ത് അത് നൽകാതിരിക്കുക എന്നുള്ളതാണ്. ആ വാശി പിടിച്ച് കഴിഞ്ഞതിന്റെ ശേഷം നിങ്ങൾക്ക് അയാൾക്ക് അത് നൽകാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഉം. അയാൾക്കത് കിട്ടിയത് ഞാൻ വാശി പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് എന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാവരുത്. ആ വാശി പിടിച്ച് കരഞ്ഞിട്ട് എനിക്കത് ഉം. കിട്ടിയിട്ടില്ല, ഞാൻ എപ്പോഴാണോ എന്റെ തെറ്റ് തിരുത്താൻ തയ്യാറായത് ആ മൊമെന്റിലാണ് എനിക്കത് കിട്ടിയത്. കുട്ടിക്ക് നമ്മൾ നിഷേധിക്കുകയല്ല ചെയ്യേണ്ടത്, എന്റെ മോനൊക്കെ മറിച്ച് ആ ആ നന്നായി ആഗ്രഹിച്ചിട്ട് അവന് കൊടുത്തില്ലെങ്കിൽ പിന്നെ കൊടുക്കുമ്പോ വാങ്ങില്ല. എനിക്ക് വേണ്ട, അപ്പൊ ചോദിച്ചപ്പോ തന്നില്ലല്ലോ പറയും. അതൊരു വാശിയുടെ വേറെ വേർഷനാണ്. വൈഷ്ണാണ്. അത് അതെ, എനിക്ക് അപ്പൊ ആ തന്നില്ലല്ലോ. അപ്പൊ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണെങ്കിലും ആ അവൻ യെസ്. വേണ്ട വെക്കും. ഞാൻ എന്നിട്ട് അത്ഭുതം തോന്നും. അങ്ങനെ അതായത് പ്രലോഭിപ്പിക്കാനൊന്നും പറ്റില്ല. യെസ്, കാരണം എന്താന്ന് ഉം. വെച്ചാല് കുട്ടികൾക്ക് അറിയാം നമ്മളെ എങ്ങനെ ഹേർട്ട് ചെയ്യണം എന്നുള്ളത്. മക്കൾക്ക് അറിയാം അവനങ്ങനെ ഉം. വാങ്ങാതിരുന്നാൽ നമ്മൾ ഹേർട്ട് ആവുമെന്ന് അവനക്ക് അറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവൻ നടത്തും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ പറഞ്ഞല്ലോ, അവരോട് നമ്മൾ പറയേണ്ടത് ഇത് വാശി പിടിച്ച് കരയുന്ന സമയത്തുള്ള ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്, അത് കൊടുക്കരുത് എന്ന്. കുട്ടി അത്രയും ആഗ്രഹിച്ചിട്ടാണ് അത് ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, വാശി പിടിക്കാൻ കാത്തിരിക്കരുത്, അതിന്റെ മുമ്പ് നമുക്കത് വാങ്ങിക്കൊടുക്കാം. നമ്മൾ എപ്പോഴും ഇത് ഇങ്ങനെ കൊടുക്കാതിരിക്കണം പറഞ്ഞാല് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോയാണ്. അല്ലാതെ അവനൊന്നും വാങ്ങിക്കൊടുക്കണ്ട എന്നല്ല. അവൻ ആഗ്രഹിക്കുന്ന നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ വാങ്ങിക്കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നമ്മളും കൂടി വാങ്ങി അവന്റെ കൂടെ കഴിക്കാം. എന്നിട്ട് അതിന്റെ മര്യാദകൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഇരുന്ന് കഴിക്കണം കേട്ടോ, ഇത് വേസ്റ്റ് അവിടെ കൊണ്ടുപോയിടരുത് കേട്ടോ, ആ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അതല്ലാതെ എന്ത് ചോദിച്ചാലും നോ പറയണം എന്നല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൂടി തിരുത്താൻ വേണ്ടിയിട്ടാണ്. ആ രൂപത്തിൽ മനസ്സിലാക്കരുത്. അത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നോ പറയാതിരിക്കുക, അത് വാങ്ങിക്കൊടുക്കുക. നമ്മുടെ വാക്കിന് വിലയില്ലാതായി പോകുന്ന സമയത്ത് നമ്മൾ പറയാൻ നിൽക്കരുത്. കുട്ടികൾ ഫുട്ബോളിന് വേണ്ടിയിട്ട് ബൂട്ടൊക്കെ കെട്ടി കളിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങുന്ന നേരത്ത് നമ്മൾ കുട്ടിയോട് അവിടെ ഒന്ന് കടയിൽ പോയി വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കിന് ചിലപ്പം വിലയില്ലാതാവും. ഇന്നെ കൊണ്ട് ഇപ്പം കഴിയൂല, ഞാൻ കളിക്കാൻ പോകല്ലേ എന്ന് പറഞ്ഞ് കുട്ടി പോകും. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഏറ്റവും നല്ലത് അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എടാ കളിച്ചിട്ട് കുറച്ച് നേരത്തെ വരുമോ, എനിക്ക് ഇന്ന സാധനം വാങ്ങാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒറ്റക്ക് കടയിലേക്ക് പോകേണ്ടി വരും. കുട്ടികൾ അതിന് സമ്മതിക്കൂല, അവര് ചിലപ്പോൾ കുറച്ച് നേരത്തെ വരും. ഓക്കെ. ഓക്കെ. ഈ ലേസിന്റെ സാറ്റിസ്ഫൈഡ് കാര്യം ആണോ ഞാൻ റിപ്ലൈയില്? നിർത്തിയത് ആ സാറ്റിസ്ഫൈ ആണ്. ഒരു കാര്യം കൂടി പറയട്ടെ, എന്റെ ഒരു അനുഭവം. യെസ്. ആ ലേസിന്റെ കാര്യം, ലേസ് നല്ല ഇഷ്ടമാണ്. അപ്പൊ ഉം, ആദ്യം ലേസ് കൊണ്ടുവന്ന് എനിക്ക് തരും. അപ്പൊ ആ ഞാൻ ഒരിക്കൽ കഴിച്ചു. ആ എന്നിട്ട് പിന്നെയും ഇതേ ആവർത്തിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ആ എന്റെ അമ്മ കഴിക്കരുത്, ആ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ ഇത് ആരോഗ്യത്തിന് നന്നല്ലല്ലോ.
എന്ന് ഉം, പറഞ്ഞു. ഉം, ഉം. അപ്പൊ പിന്നെ അത് അങ്ങനെ കുറഞ്ഞു. അമ്മ ആ ചെയ്യുന്നില്ലല്ലോ, ആ അപ്പൊ പിന്നെ ഞങ്ങൾക്കും വേണ്ട എന്നുള്ളൊരു ഇതില് വരുന്നുണ്ട്. അപ്പൊ മക്കൾക്ക് അങ്ങനത്തെ മക്കൾ നമ്മളെ പ്രശ്നങ്ങളൊക്കെ നല്ലോണം ഇമിറ്റേറ്റ് ചെയ്യും. മക്കൾക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മൾ എന്ത് ആ ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു നല്ല പാരന്റ് ആണ് കേട്ടോ. ആ അതെ, നിലക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നുണ്ടെങ്കിൽ മാഷാ അല്ലാ നല്ലൊരു പാരന്റ് ആണ്. താങ്ക് യു. ആ സാറിന്റെ ക്ലാസ് വളരെ നല്ലതാണ്. ഒരു ശൈലി ആ ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. താങ്ക് യു. സന്തോഷം. സാർ എനിക്കൊരു അവസരം തരണേ. ജംഷീനാണ്. ആ ഹാ ഹാ ഞാനൊന്നുമില്ല, സാറിന്റെ ക്ലാസ്സിന്റെ ഈ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണ്. എല്ലാ പാരന്റ്സിനും കിട്ടേണ്ടത് തന്നെ ഇന്ന് കിട്ടി. ശരിക്കും പറഞ്ഞാലേ ക്ലാസ് അവസാനിക്കരുതേ അവസാനിക്കരുതേ എന്നുള്ള ചിന്താണ്. എനിക്ക് ഞാൻ രണ്ടാമതായിട്ടാണ് ജോയിൻ ചെയ്യുന്നത് കേട്ടോ സാറിന്റെ ആ ക്ലാസ്സിൽ. അപ്പൊ ആ ഇന്ന് കയറിയപ്പോ കഴിഞ്ഞ ക്ലാസ്സിനേക്കാളും ഒരുപാട് കിട്ടി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെയല്ല വിചാരിച്ചതിലപ്പുറം. കാരണം എനിക്ക് ഒരു പ്രത്യേകമായിട്ട് സാറിന്റെ ക്ലാസ് തോന്നുന്നത് എന്താ അറിയാ, ഒരു ഉം. പാരന്റ്സിന് അവസരം കൊടുക്കുന്നുണ്ട്. ചിലര് ക്ലാസ് അങ്ങനെ പറഞ്ഞ് ഭയങ്കര ബോറിംഗ് ആയി തോന്നും കേട്ടിരിക്കുന്നവർക്ക്. ഇതിങ്ങനെ നമുക്ക് ഒന്ന് ലെഫ്റ്റ് ആയാൽ നമ്മ ബാക്കി പണി നോക്കാനൂന്ന്. ഇപ്പതാ ഈ ശരിക്കും പറഞ്ഞാ പറയാണ്, ഇത് ലെഫ്റ്റ് ആവരുത്. എല്ലാവരുടെ പാരന്റ്സിന്റെ അഭിപ്രായങ്ങൾ അവരെ എന്നാലേ നമുക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയും. നമ്മളെ മക്കളായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. മാഷാ അല്ലാ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ക്ലാസ്സിനെ കുറിച്ച് പറയാനാണ്. ബാക്കിയുള്ളതിന് അവസരം തന്നാ കൊറേ പറയണം തോന്നും, പക്ഷെ ഇവിടെ സമയവും ഇല്ലല്ലോ. മാഷാ പറ്റുന്ന അല്ലാ, ക്ലാസ് അഭിപ്രായങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിലും കൂടി അറിയിക്കുക. സന്തോഷം. ഇൻഷാ അല്ലാ. താങ്ക് യു. ഞാൻ എപ്പോഴും ഈ പാരന്റിങ് സെഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവരോട് പറയാറുള്ള, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെക്കാൾ നല്ലൊരു ഓപ്ഷൻ, നമ്മളെപ്പോലെ അതേ ബെറ്റർ ആയിട്ടുള്ള ഒരു പാരന്റ് നമ്മുടെ കുട്ടിക്ക് കിട്ടുകയാണെങ്കിൽ അയാൾ നമ്മളെ തെരഞ്ഞെടുക്കാതെ അയാളെ തെരഞ്ഞെടുക്കുന്നു നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റിങ് ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ടെന്ന് സ്വയം മനസ്സിലാക്കുക. നമ്മുടെ കുട്ടിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ കുട്ടിക്കാലം നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടാവരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഈ സെഷനുകളിൽ പ്രധാനമായിട്ട് ഇപ്പം പാരന്റിങ്ങിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ എന്തായാലും സമയം വിചാരിച്ചതിൽ ഒരുപാട് അധികം ആയിട്ടുണ്ട്. കേട്ടിരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലും പറഞ്ഞു പറഞ്ഞ് എന്റെ തൊണ്ടയിൽ വെള്ളം വറ്റിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കാൻ എന്റെ സൗണ്ട് പോകും. നാളെ എനിക്ക് ക്ലാസ് എടുക്കാനുള്ളതാണ് കുട്ടികൾക്ക്. അപ്പൊ എന്തായാലും അഭിപ്രായങ്ങൾ ഇനി ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അറിയിക്കുക, ഗ്രൂപ്പുകളിൽ അറിയിക്കുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിനമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗുഡ് നൈറ്റ്.